എതിർപ്പുകൾ മറികടന്ന അയ്യപ്പ സംഗമത്തിന് ഉപാധികളോടെയാണെങ്കിലും സുപ്രീം കോടതി അനുവാദം കിട്ടിയ അതേ ദിവസം തന്നെയാണ് ഹൈക്കോടതി വഴി വിവാദങ്ങളുടെ മലകയറ്റം. ശ്രീകോവിൽ ഇരുവശവുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിൽ കോടതി അതിഗുരുതരമായ ചില കാര്യങ്ങൾ സംശയിക്കുകയാണ്. 1999 തന്നെ സ്വർണം പൂശിയതാണെന്ന് കണ്ടെത്തിയ കോടതി പിന്നെങ്ങനെ 2019 വീണ്ടും സ്വർണം പൂശാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. ഇനി 2019 സ്വർണം പൂശിയതാണെങ്കിൽ 2025 ആകുമ്പോഴേക്കും അറ്റകുറ്റപ്പണി എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ചോദിക്കുന്നു. ഇനി അറ്റകുറ്റപ്പണി അനിവാര്യമാണെങ്കിൽ എന്തുകൊണ്ടത് കോടതി അറിയാതെ ആരും അറിയാതെ ചെയ്യുന്നു എന്നാണ് സംശയം. കർശന ഭാഷയിൽ വിളിച്ചു വരുത്തിയ മഹസർ രേഖകൾ പരിശോധിച്ചതിൽ അതിലും ഗുരുതരമായ ചില സംശയങ്ങൾ കോടതി ഉന്നയിക്കുകയാണ്. ആ സ്വർണ്ണപ്പാളിയും പീഠവും 2019 ഇളക്കി തൂക്കി നോക്കുമ്പോൾ 42.8 കിലോയാണ് തൂക്കം. ഒരു മാസവും 9 ദിവസത്തിനും ശേഷം ചെന്നൈയിൽ കമ്പനിയിൽ തൂക്കുമ്പോൾ അത് 38.6 കിലോ. 1.5 മാസം കൊണ്ട് 4.5 കിലോ എവിടെ പോയി എന്ന അമ്പരക്കലാണ് കോടതി. ഇനി സ്വർണം പൂശ് തിരികെ സന്നിധാനത്തേക്ക് എത്തിക്കുമ്പോൾ തൂക്കി നോക്കിയിട്ടില്ല, രേഖപ്പെടുത്തിയിട്ടില്ല. ലക്ഷക്കണക്കിനായ മനുഷ്യർ അവരുടെ അത്താണിയായി കരുതുന്ന ഒരു വിശ്വാസ കേന്ദ്രത്തിൽ അങ്ങനെ ദുരൂഹത ഉണ്ടാക്കൽ നല്ലതാണോ? ആ ദുരൂഹതകൾ തീർത്തിട്ട് വേണ്ടേ അയ്യപ്പ സംഗമം? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ പി കെ ഗോപൻ, ശ്രീ വി ആർ അനൂപ്, ശ്രീ ആർ വി ബാബു, ശ്രീ എസ് സജീവൻ, ശ്രീ രാഹുൽ ഈശ്വർ എന്നിവർ ചർച്ചയിൽ ആദ്യം ഞാൻ ശ്രീ പി കെ ഗോപനിലേക്ക് പോകുന്നു. ശ്രീ പി കെ ഗോപൻ, അയ്യപ്പ സംഗമം സുപ്രീം കോടതി അനുവാദം കൂടി കിട്ടിയതോടുകൂടി ഉപാധികൾ ഒക്കെ ഉണ്ട്, അത് നന്നായി നടക്കട്ടെ. ശബരിമലയുടെ വികസനമാണ് അതിൻ്റെ ഏക ലക്ഷ്യം എന്നത് മുഖവിലക്കെടുക്കാം. ശബരിമല വികസിക്കട്ടെ, മാസ്റ്റർ പ്ലാൻ അടക്കം നടപ്പിലാകട്ടെ. പക്ഷേ ഹൈക്കോടതിയുടെ ആ ഉത്തരവ്, ഇടക്കാല ഉത്തരവ് അല്പസമയം മുൻപാണ് പുറത്തു വന്നത്. അതിൽ 11ാമത്തെ പാരയിൽ പറയുകയാണ് ശ്രീ പി കെ ഗോപൻ, "These irregularities are of the gravest order, striking at the very core of the integrity and transparency that must guide the administration of a temple of such sanctity and public trust. They warrant nothing less than a complete, foolproof and expeditious inquiry by an officer of unimpeachable diligence and integrity." എന്ന് പറഞ്ഞാൽ കോടതി ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകൾ സംശയിക്കുന്നു. ആ സംശയം ദൂരീകരിക്കണ്ടേ അയ്യപ്പ സംഗമത്തിന് മുൻപ്? ശ്രീ പി കെ ഗോപൻ. അല്ല, അയ്യപ്പ സംഗമം ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ആവശ്യം ഇപ്പോഴില്ല. അയ്യപ്പ സംഗമം അതിൻ്റെ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചർച്ചകൾ നടത്തി കഴിഞ്ഞു. അവസാനം രാജ്യത്തിൻ്റെ പരമോന്നത കോടതി തന്നെ അനുവാദം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സംബന്ധിച്ചുണ്ടാക്കിയ വിവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പരമാധികാര നീതിപീഠം വിധി പ്രഖ്യാപിച്ച സവിശേഷമായ ഒരു ദിനം കൂടിയാണിന്ന്. ആ അർത്ഥത്തിൽ അതിനെ നമുക്ക് കാണണം. എന്നാൽ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ അതിൽ ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. സൂക്ഷ്മതലത്തിൽ തന്നെ അത് അന്വേഷിക്കുകയും ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും വേണം. ദേവസ്വം ബോർഡ് തുടർച്ചയായിട്ട് വരുന്ന ഒരു സംവിധാനമാണ്. പല രാഷ്ട്രീയ പാർട്ടികൾ, പല ഭരണസമിതികൾ, ഒരേ ഭരണസമിതിയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ വിവിധ സമിതികൾ, ഇങ്ങനെ അവിടുത്തെ നിയമമനുസരിച്ച് വ്യത്യസ്തമായ ഭരണസമിതികൾ അതിൻ്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2019 മുതൽ തുടങ്ങിയ ഒരു പ്രശ്നത്തിൽ കോടതി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അത് സ്വാഗതാർഹമായ കാര്യമാണ്. അതുപോലെ ഇതിന് ഈ ഭക്തൻ എന്നുള്ള തരത്തിൽ അവിടുത്തെ ഇത് നിവേദിച്ച അല്ലെങ്കിൽ ഇത് കാണിക്ക വെച്ച ഭക്തൻ ഇക്കാര്യത്തിലുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹം വളരെ വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ നിലവിൽ ദേവസ്വം ബോർഡിനെ യാതൊരു തരത്തിലുള്ള സംശയത്തിൻ്റെ മുന്നിലും നിർത്തുന്നില്ല. ഇത് പല കാരണങ്ങളാൽ സംഭവിക്കാം എന്നെല്ലാം അദ്ദേഹം വിശദമാക്കിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അതിനെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് അന്വേഷിക്കുകയാണ് വേണ്ടത്. അതാണ് താങ്കൾ തുടക്കത്തിലെ പറഞ്ഞതുപോലെ ഈ പറയുന്ന അയ്യപ്പ സംഘം ഇതുമായി തമ്മിൽ നേർക്കുന്ന ബന്ധമില്ല. മാത്രമല്ല സുപ്രീം കോടതിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളോ, നമ്മൾ പറഞ്ഞ നവോത്ഥാന മൂല്യങ്ങളോ, നമ്മൾ കിട്ടിയ വനിതാ മതിലോ, അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ജെൻഡർ ഇക്വാളിറ്റിയുടെ കാര്യങ്ങളോ, ആ നിലപാടിൽ മാറ്റമുണ്ടോ എന്ന് പ്രതിപക്ഷം ചോദിക്കും. ഒന്നും അതിലേക്ക് വന്നില്ല. കോടതിക്ക് മുന്നിലേക്ക് വന്ന എന്താണ് ഈ പറയുന്ന രീതിയിൽ ശബരിമലയുടെ വികസനം. നല്ല കാര്യം, സുപ്രീം കോടതി അനുവാദം തന്നല്ലോ. ശ്രീ പി കെ ഗോപൻ, ഇവിടെ താങ്കൾ പറയുന്നത് പോലെ ഇത് കാലാകാലങ്ങളുള്ള പ്രശ്നം, അത് മുന്നിൽ കണ്ട് കോടതി കൃത്യമായ നിർദ്ദേശങ്ങൾ നേരത്തെ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് അണ്ടർസ്റ്റുഡാണ്. കോടതി എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ കോടതി ഒരു കമ്മീഷനെ വെക്കും. ആ കമ്മീഷൻ പരിശോധിച്ച് റിപ്പോർട്ട് കൊടുത്ത കമ്മീഷൻ സാന്നിധ്യത്തിൽ അവിടെ വെച്ച് തന്നെ അറ്റകുറ്റപ്പണി തീരുന്നില്ലെങ്കിൽ ലോക്കറിൽ വെച്ച് പിറ്റേ ദിവസം തുറന്ന് കമ്മീഷൻ സാന്നിധ്യത്തിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്ന് ആർക്കും സംശയമില്ലാത്ത കോടതിയുടെ ഉത്തരവുകളുണ്ട്. സ്പെഷ്യൽ കമ്മീഷൻ അറിയിച്ചിട്ടില്ല, കോടതിയെ അറിയിച്ചിട്ടില്ല, കോടതി ഉത്തരവ് പാലിച്ചിട്ടില്ല.
ആരുമാരും അറിയാതെ ഭക്തരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ രാഖി രാമായണം അത് ഇളക്കി മാറ്റിക്കൊണ്ട് പോയിട്ട് അതൊരു സാങ്കേതിക പിഴവ് മാത്രമാണ് എന്ന് പറയുകയാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ. അത് സാങ്കേതിക പിഴവല്ല, ഗുരുതരമായ പിഴവാണ് ശ്രീ പി കെ ഗോപൻ. അല്ല, അതിനകത്ത് നമുക്ക് മനസ്സിലായത് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിലപാടാണ്. അദ്ദേഹമാണല്ലോ ഇത് സമർപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം തന്നെ കണ്ടെത്തുന്ന ചില നിഗമനങ്ങളുണ്ടല്ലോ ഇതിൽ എങ്ങനെയൊക്കെ സംഭവിക്കാമെന്നുള്ളത്. അതുകൊണ്ട് ആ സ്ഥലത്ത് വെച്ച് ഇത് ചെയ്യാൻ സാങ്കേതികമായി കഴിയില്ല. അതുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ താൻ തന്നെ നിശ്ചയിച്ച അല്ലെങ്കിൽ നിയോഗിച്ച തൻ്റെ ഒരു പ്രതിനിധിയാണ് ഇത് ഏറ്റുവാങ്ങിക്കൊണ്ട് പോയത്. അത് ദേവസ്വം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന് വിധേയമായി ചെയ്യണമെന്ന് തനിക്കറിയില്ലായിരുന്നു. അതൊരു ദേവസ്വം ബോർഡ് അതിനകത്ത് പറ്റിയ വിഷയം എന്താണെന്ന് ഹൈക്കോടതിയിൽ സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഹൈക്കോടതി അങ്ങനെയാണെങ്കിൽ അത് ഇന്ന രൂപത്തിൽ ചെയ്യണം. അല്ല പി കെ ഗോപൻ, അല്ലല്ല ദേവസ്വം ബോർഡ് അല്ലല്ല ദേവസ്വം ബോർഡ് ഇപ്പോൾ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ഇന്നലെ പറയുന്നത് കേട്ടു. ഇപ്പോൾ ശബരിമല എന്ന് പറയുന്ന ഒരു പേടി സ്വപ്നമായി മാറുകയാണ്. അവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, പേടിയാണ്, ഭയമാണ് എന്നൊക്കെ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ പറയും. കാര്യങ്ങൾ നേരാവണ്ണം ചെയ്താൽ ഒരു പേടിയും ഭയത്തെയും കാര്യമില്ലല്ലോ. ഇപ്പോൾ ഈ പറയുന്ന സ്പോൺസർ അല്ലല്ലോ ഉത്തരവാദി, ദേവസ്വം ബോർഡാണല്ലോ കോടതിക്ക് മുന്നിൽ സാക്ഷ്യം പറയേണ്ടി വരിക. ഇപ്പൊ ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ആളല്ല ദേവസ്വം ബോർഡാണോ? ഈ കാര്യങ്ങൾ ഈ കോടതിയുടെ ഈ കർശനമായ ഭാഷയിലുള്ള നിർദ്ദേശങ്ങൾ, ഉത്തരവുകൾ അറിയാത്തവരല്ല ദേവസ്വം ബോർഡ്. അറിയാത്ത ആളല്ല പി എസ് പ്രശാന്ത്, ആണോ ശ്രീ പി കെ ഗോപൻ? അത് അവിടെ ഡാമേജ് ഉണ്ടായപ്പോൾ അത് സമർപ്പിച്ച ആൾ തന്നെ മെയിൻ്റനൻസ് ചെയ്യാമെന്നുള്ള ഉറപ്പ് കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലും നേതൃത്വത്തിലുമാണ് അത് എടുക്കുന്നത്. ഇതെല്ലാം വളരെ ട്രാൻസ്പെറൻ്റായിട്ട് നടന്ന ഒരു കാര്യമാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണാടിസ്ഥാനത്തിൽ, അവരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്യണമായിരുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും അതാണ് അതിനകത്ത് അണ്ടർസ്റ്റുഡായ കാര്യമാണ്. മാത്രമല്ലല്ലോ ആ വീഴ്ച പരിഹരിക്കുകയാണ് വേണ്ടത്. അല്ല, പ്രശ്നം അത് മാത്രമല്ല. അവിടെ നിന്ന് ഇളക്കിക്കൊണ്ടു പോകുന്ന സമയത്ത് ഇത് 42.8 ചില്ലുവാനം കിലോ ഉണ്ടാവുകയും 1 മാസവും 9 ദിവസം കഴിഞ്ഞ് ഈ പറയുന്ന ചെന്നൈ കമ്പനിയിലേക്ക് എത്തുമ്പോഴേക്കും 38 കിലോ ആയിട്ട് കുറയാണ്. അല്ല, അതാ പറയുന്ന ആ മാസം കോടതി വിളിച്ചു വെച്ച് പരിശോധിച്ചു. അത് വിളിച്ചു വരുത്തി പരിശോധിക്കുമ്പോൾ 4 കിലോ കുറവാണ്. പി കെ ഗോപൻ അതിന്റെ വീഡിയോഗ്രാഫ് ഉണ്ട്, അതിന്റെ വീഡിയോ ഉണ്ട്, അതിന്റെ മഹസറുണ്ട്, മുഴുവൻ റെക്കോർഡ്സ് ഉണ്ട്. വിജിലൻസ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ, ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ, ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാം നേതൃത്വത്തിലാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ രേഖകളും സമർപ്പിക്കുന്നതിന് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. കോടതിക്ക് മുമ്പിൽ പരിശോധിക്കുന്നതിന് പ്രയാസം ഉണ്ടാവില്ല. ഉണ്ണികൃഷ്ണൻ പോയിട്ട് തന്നെ പറയുന്നത് അതിൽ വരാൻ സാധ്യതയുള്ള ഒരു ടെക്നിക്കൽ പ്രശ്നം, ഈ ലെഡിൻ്റെ സാന്നിധ്യം സ്വർണത്തെ തളർത്തും, ചെമ്പിനെ തളർത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകാം. അത് കെമിക്കൽ, അത് പരിശോധനയുടെ ഞാൻ ഈ കോടതി ഉത്തരവ് താങ്കൾക്ക് അയച്ചുതരാം. ഈ മഹസർ അങ്ങോട്ടും കൊണ്ട് സമർപ്പിക്കലായിരുന്നില്ല, കോടതി കർശനമായ ഭാഷയിൽ വിളിച്ചു വരുത്തുകയായിരുന്നു. കോടതി ഉത്തരവിൽ അവ്യക്തതയില്ല, അത് കർശനമായ ഭാഷയിൽ വിളിച്ചു വരുത്തുകയായിരുന്നു. കോടതി പറയുന്നു 4 കിലോയുടെ കുറവുണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് കോടതി പറയുന്നു എന്ന് പറഞ്ഞാൽ കോടതി പറഞ്ഞ 99 തന്നെ ഇതിൽ ഗോൾഡ് ക്ലാഡഡ് ആണെന്നാണ്, 99 സ്വർണം പൂശിയെന്ന വ്യക്തമായ ബോധ്യം കോടതിക്കുണ്ട്. പല രീതിയിൽ 2019 പിന്നെ എങ്ങനെ പൂശിയെന്ന് ചോദിക്കുന്നു, പോട്ടെ. അപ്പോൾ കോടതി പറയുന്നത് ദ ഒൺലി കമ്പോണന്റ് സസെപ്റ്റബിൾ ടു സച്ച് ഡിമോണിഷൻ ഈസ് ദ ഗോൾഡ് ക്ലാഡിംഗ് ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ കുറവിനുള്ള കാരണം കോടതി സംശയിക്കുന്നത് അതിലുള്ള സ്വർണം മാറ്റിയെന്നാണ്. 4 കിലോ സ്വർണോ? അല്ലല്ല, 2019 മുതലാണല്ലോ ഈ സംഭവം. എന്ന് പറഞ്ഞാൽ എത്ര വർഷമായി? 2019 അല്ല, 2019 ഈ ഇഷ്യൂ ഉണ്ടാകുന്നതിന് എത്രയോ വർഷം മുമ്പാണ് ഇത് സ്ഥാപിച്ചത്. ഇത് പിന്നെ ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ ആണല്ലോ അവസാനം വന്ന ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വർഷങ്ങളായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതിനകത്ത് ഇപ്പോൾ ഉണ്ടാക്കിയ പരിക്ക് ലക്ഷക്കണക്കിന് നാണയങ്ങൾ എറിഞ്ഞതിൻ്റെ ഭാഗമായി കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നു. അതുകൊണ്ട് ആ ഭക്തൻ തന്നെ അത് പരിഹരിക്കാൻ തീരുമാനിക്കുന്നു. അദ്ദേഹം അക്കാര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. അദ്ദേഹത്തിന് നിലവിലുള്ള ഒരാക്ഷേപവും അങ്ങനെ ഭക്തന് മാത്രം ഉത്തരവാദിത്വം എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അല്ല, ഇത് അവിടെ സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ട്, അവിടെ തിരുവാഭരണ കമ്മീഷണർ ഉണ്ട്. മാത്രം പ്രശ്നമല്ല, പക്ഷേ അദ്ദേഹത്തിന് മാത്രം ചെയ്യാവുന്ന ഒന്നല്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ആക്ഷേപമല്ല ഇത്. നമുക്കിത് തീർച്ചയായിട്ടും ഹാഷിമിനും നമുക്കും എല്ലാവർക്കും, ഇതിൻ്റെ സഹപാനിസ്റ്റുകൾക്കും ഈ ലോകത്തെ ജനങ്ങൾക്കും ഭക്തർക്ക് മാത്രമല്ല ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും അങ്ങനെ ഒരു പൊതുവകയിൽ
ഏതെങ്കിലും തരത്തിലുള്ള ശോഷണം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും പരിഹരിക്കുകയും ഏതെങ്കിലും ആളുകൾ കുറ്റവാളി ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇവിടെ കോടതി പറയുകയാണ് കോടതി പല രേഖകൾ പരിശോധിച്ചിൽ 99 തന്നെ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് സ്വർണം ക്ലാഡിംഗ് എന്ന് പറഞ്ഞ ഈ പറഞ്ഞ സ്വർണം പൂശൽ അതിലുണ്ട് എന്ന് പറയുന്നു. സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികളാണ് 2019 ഇളക്കിയത്. 2019 ഇളക്കിക്കൊണ്ടുപോയ സ്വർണം പൂശിയ ഈ പറയുന്ന പാളിയിൽ നിന്നും കോടതി സംശയിക്കുന്നത് 4 കിലോയോളം സ്വർണം അതിൽ നിന്നും മാറ്റി എന്ന് കോടതി സംശയിക്കുകയാണ്. പക്ഷേ പി കെ ഗോപൻ നോക്കൂ, കോടതി പറയുകയാണ് ഏറ്റവും കൂടുതൽ എംബ്രാസിംഗ് ആയിട്ടും അസ്റ്റോണിഷിംഗ് ആയിട്ടും തോന്നുന്നത് ഇത് ഇവിടെ പോയി ചെന്നൈയിൽ പോയി പണിഞ്ഞ് തിരികെ കൊണ്ട് സന്നിധാനത്ത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് തൂക്കി നോക്കിയിട്ടില്ല, രേഖപ്പെടുത്തിയിട്ടുമില്ല. പി കെ ഗോപൻ, അതൊക്കെ ഗുരുതരമായ ക്രമക്കേടുകളുടെ ഇറഗുലാരിറ്റി സൂചനയാണ്, സന്നിധാനത്തുണ്ടാവരുതാത്തതാണ്. അതെ അതെ, അതിനകത്ത് എങ്ങനെയാണ് സ്വർണത്തിൻ്റെ കുറവ് അനുഭവപ്പെട്ടത് എന്നുള്ളത്, ഇതിനകത്ത് ചെമ്പും ലെഡും സ്വർണവും എല്ലാം കൂടി ചേരുന്ന ഒരു കെമിക്കൽ പ്രോസസ്സിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് അതിൻ്റെ സാങ്കേതിക പരിശോധന നടത്തണം. അതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉദ്ദേശിച്ചത്. അതിനകത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരാളെ പ്രതിയാക്കുക, ഒരു സംവിധാനത്തെ പ്രതിയാക്കുകയല്ല. അത് ക്ലാരിറ്റി ഉണ്ടാകണമെന്നുള്ള ഹൈക്കോടതിയുടെ, ഇത് മൈനറിൻ്റെ പേരുള്ള സംഭവമാണ്, ഡേറ്റ് ചെയ്യാൻ അതിൻ്റെ ആള്, അപ്പോൾ മറ്റുള്ളവർ നോക്കാൻ ചുമതലപ്പെട്ടവരാണ്, ഒരു വീഴ്ചയെ സംഭവിക്കാൻ പാടില്ല. അതിലൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കാരണം എന്താ, ദേവസ്വം ബോർഡിൻ്റെ നിയമനങ്ങളിലെ ട്രാൻസ്പെറൻസി, ദേവസ്വം ബോർഡിൽ അഴിമതി നടക്കാൻ പാടില്ല, ദേവസ്വം ബോർഡിലെ മറ്റ് ക്രമക്കേടുകൾ ഒഴിവാക്കുക, അങ്ങനെ വർഷങ്ങളായുള്ളൊരു പ്രക്രിയയിലൂടെ ദേവസ്വം രംഗത്ത് നിലനിന്നിരുന്ന അഴിമതിയെ വലിയൊരളവ് വരെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ച ആളുകളെന്ന തരത്തിൽ വിശ്വാസത്തിൻ്റെ പേരിൽ ചമഞ്ഞിരുന്ന പലരെ ആളുകളും അവിടെ സാമ്പത്തികമായി ക്രമക്കേട് നടത്തിയപ്പോൾ ഒരു തരത്തിലും ഇന്ന് ദേവസ്വം ബോർഡിലേക്ക് നിയമനം നടക്കുന്നതിലുള്ള ട്രാൻസ്പെറൻസി PSCക്ക് തുല്യമാണത്. അത്തരം ഒരു സംവിധാനം ഏർപ്പെടുത്തിയതിന്റെ കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്, ആത്മവിശ്വാസം. ഇനി ഞങ്ങളുടെ മുമ്പിലുള്ളത് ശബരിമലയെ ഒരാഗോള സംവിധാനമാക്കാൻ എല്ലാ ഭക്തരുടെയും കോൺട്രിബ്യൂഷൻ അവിടുത്തെ ഡെവലപ്മെന്റ്സിന്റെ ഭാഗമാകണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓക്കെ, വി ആർ അനുപ, എന്താണ്, വ്യക്തിപരമായി ആഗോള അയ്യപ്പ സംഗമത്തെ അനുകൂലിക്കുന്ന ആളാണ് ഞാൻ. പ്രത്യേകിച്ച് ഒരു പന്തളംകാരൻ എന്നുള്ള നിലയ്ക്കും ഒരുപാട് അയ്യപ്പ ഭക്തരായ വിശ്വാസികൾ ഉള്ള ഒരാൾ എന്നുള്ള നിലയ്ക്കും അവിടുത്തെ കൺസെപ്റ്റിനോട് ബഹുമാനമുള്ള ആളെന്നുള്ള നിലയ്ക്കും അവിടെ വികസനം ഉണ്ടാവട്ടെ, നല്ല കാര്യം. പക്ഷേ ഇതിന് മറുപടി ആവുന്നില്ല. കോടതി ചോദിക്കുന്ന ഈ പറഞ്ഞ ഗുരുതര കാര്യം മറുപടി ആവുന്നില്ല. കോടതി പിന്നെയും പറയുകയാണ്, എന്ന് പറഞ്ഞാൽ കോടതി പറയുന്നു ദ ഫെയിലുവർ ക്യാൻ ബി എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊണ്ടുവന്ന സന്നിധാനത്ത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് തൂക്കി നോക്കാത്തതിനെ പറ്റിയാണ് പറയുന്നത്. ദ ഫെയിലുവർ ക്യാൻ ബി ഇന്റൻഷണൽ as well to ensure that these facts did not come to light എന്ന് പറഞ്ഞാൽ തിരിച്ചുകൊണ്ട് ഫിക്സ് ചെയ്യുമ്പോൾ അത് രേഖപ്പെടുത്താത്തത് അത് മനഃപൂർവ്വമാകാം, അതൊരു പക്ഷേ ഈ പറയുന്ന പിഴവുകൾ മറച്ചു വെക്കാനാകാം എന്നൊരു കോടതി ഇടക്കാലത്തിൽ എഴുതി വെച്ചിരിക്കുക. അത് ഗുരുതരമാണ്. ശബരിമലയെ പറ്റി ഒരു കോടതി ബെഞ്ചിന് അങ്ങനെ പറഞ്ഞുകൂടാൻ ഇട കൊടുക്കാതിരിക്കാൻ ദേവസ്വം ബോർഡ് ബാധ്യസ്ഥമാണ്. ശ്രീ വി ആർ അനൂപ്. ഹാഷ്മി, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അങ്ങ് പറഞ്ഞ അങ്ങയുടെ ബോധ്യത്തോട് വിയോജിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. അങ്ങ് പറഞ്ഞു അയ്യപ്പ സംഗമത്തിന് വ്യക്തിപരമായി സ്വാഗതം ചെയ്തു എന്ന്, അങ്ങേക്ക് അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ സുപ്രീം കോടതി സാങ്കേതികമായി അനുവാദം കൊടുത്തിരിക്കാം. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിച്ച സംശയങ്ങൾ അതേപടി നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ആദ്യം ദേവസ്വം ബോർഡിൻ്റെ 75ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പിണറായി ഗവൺമെൻറ് അതിൻ്റെ 10ാം വർഷത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ നമുക്കറിയാം ദേവസ്വം ബോർഡിന് വിവിധ തരത്തിലുള്ള ക്ഷേത്രങ്ങളുണ്ട്, ശബരിമല ക്ഷേത്രം മാത്രമല്ല. ഇതിനകത്ത് ശബരിമലയിലെ വിശ്വാസികൾക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ ശബരിമല വിശ്വാസവും വിശ്വാസികളെയും സംബന്ധിച്ച് ഈ സർക്കാർ പുനർനിർവചിക്കേണ്ടതുണ്ട്. ഇവിടെ കഴിഞ്ഞ ശബരിമല പ്രക്ഷോഭകാലത്ത് ഞങ്ങൾ ചില നിലപാടുകൾ എടുത്തു. ഞങ്ങളെ സംഘപരിവാറുമായി സമീകരിച്ച ആളുകളവർ, ഞങ്ങൾ സംഘപരിവാറിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ ആളുകളാ. ഇപ്പോൾ ഇവരുടെ നിലപാടെന്താ? ബിന്ദു അമ്മിണി വിശ്വാസി സംഗമത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ബിന്ദു അമ്മിണി പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ നിലപാടാണ് ഇവരുടേത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ നിലപാടിലേക്ക് ഇവർ വന്നു. ഇവരുടെ നിലപാട് മാറ്റി എന്ന് പറയാനുള്ള ബൗദ്ധികമായ സത്യസന്ധതയുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാടെന്താ? ശബരിമലയിലെ അവസാനത്തെ വിശ്വാസിയെ അഡ്രസ് ചെയ്യണം എന്നുള്ള നിലപാടാണ്. സംഘപരിവാറിന് സുവർണാവസരം ഉണ്ടാക്കാൻ നമ്മൾ അവസരം കൊടുക്കരുതെന്നുള്ള നിലപാട് ഞങ്ങൾ എടുത്തത്. അതിന്റെ പേരിൽ ഇവരുടെ ഒരുപാട് പഴി കേട്ട ആളുകളാണെന്നേ. ഞങ്ങളൊക്കെ പിന്തിരിപ്പന്മാർ, ഇവരൊക്കെ ലിംഗനീതി പാലിക്കുന്ന പുരോഗമനകാരികൾ എന്നുള്ള ഒരു ദ്വന്ദ്വ ബൈനറി കേരളത്തിന് മുന്നിൽ വെച്ചവരാ. എന്നിട്ടിപ്പോ എന്തുണ്ടായി? ഇവർ ഒരു ശബരിമല നവോത്ഥാന സമിതിക്ക് രൂപം കൊടുത്തു. ആരായിരുന്നു അതിൽ അംഗങ്ങൾ?
ഈ ബാബർ മസ്ജിദ് പൊളിച്ച ഇഷ്ടിക എൻ്റെ വീട്ടിൽ പൂജാമുറിയിൽ സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് സുഗതലത്തിലെ മെമ്പറാ. അതിന്റെ ചെയർമാനെ കുറിച്ച് അങ്ങേക്ക് അറിയാമല്ലോ, വെള്ളാപ്പള്ളി നടേശൻ. ഇങ്ങനെ ശബരിമല നവോത്ഥാനത്തിന്റെ ബാക്കി പത്രമായി ഈ സർക്കാർ കൊണ്ടുവന്നത് എന്താ? ഈ പറയുന്ന അയ്യപ്പസ്വാമി എന്ന് പറയുന്നത് മതേതരത്വത്തിന്റെ കൂടി പ്രതീകമാണ്. അങ്ങ് പത്തനംതിട്ടക്കാരനല്ലേ? വാവറില്ലാതെ അയ്യപ്പസ്വാമി പൂർണ്ണമല്ല. അവിടെ ആ നവോത്ഥാന സമിതിയുടെ അംഗങ്ങളായിരുന്ന ആളുകൾ വർഗീയ വിഷം ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രിവിലേജ് ഒരുക്കി കൊടുത്തു ശബരിമല നവോത്ഥാന സമിതിയുടെ പേരിൽ. ഇവിടെ ശബരിമല വിശ്വാസം സംരക്ഷിക്കുന്നു പറയുന്ന ആളുകൾ താങ്കൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ BJP-യുടെ B. ഗോപാലകൃഷ്ണൻ അദ്ദേഹം പ്രസ്താവന നടത്തി, വാവറിലുള്ള ശബരിമല നാളെ വഖഫ് ഭൂമിയാകും എന്ന് പറഞ്ഞു. VHP-യുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞു ഇവിടെ വാവർ നട പൊളിച്ചു കളയണം. ഞാൻ അതിന് എതിരെ പരാതി കൊടുത്ത ആളാണെന്നേ. ഇപ്പൊ കോടതിയിൽ സ്വകാര്യ ന്യായം ഫയൽ ചെയ്തിരിക്കുക. ഇപ്പൊ ഈ പറയുന്ന അനൂപ് അങ്ങനെ ഒരു വിശാലമായ മതേതര സങ്കല്പം അല്ലെങ്കിൽ വിശാലമായ വിശ്വാസ സങ്കല്പം ഉള്ളപ്പോൾ ചില ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവുന്നേ, കുരുപൊട്ടും. ആ കുരുപൊട്ടുന്നതിന് അങ്ങനെ പലതും പറയും. എന്ന് വെച്ച് അവിടെ വാവരെ പൊളിക്കാൻ വേണ്ടി ആരും സമ്മതിക്കുമോ? ഒരുത്തരും കയറത്തില്ല അങ്ങോട്ട് വാവരെ പൊളിക്കാൻ. ആര് കയറാൻ അങ്ങോട്ട്? അല്ല ഹാഷ്മി, ഇങ്ങനെ ഈ സർക്കാർ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ പ്രാഥമികമായ ഒരു കേസെങ്കിലും രജിസ്റ്റർ ചെയ്യണ്ടേ? ഒരു FIR ഇടണ്ടേ? അന്വേഷണം പ്രഖ്യാപിക്കണ്ടേ? ഇവരെന്താണ് ചെയ്യുന്നത്? ഇവരിപ്പോൾ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നു, അപ്പുറത്ത് സംഘപരിവാർ ഒരു അയ്യപ്പ സംഗമം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാനുള്ള പരിശ്രമമാണെന്നേ. അല്ലാതെ ഇവർ പറയണ്ടേ ഞങ്ങൾ ശബരിമല പ്രക്ഷോഭകാലത്തെടുത്ത് നിലപാട് തെറ്റായി, വിശ്വാസവും വിശ്വാസികളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അന്ന് സ്വീകരിച്ച നിലപാടല്ല ശരി. ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ ബിന്ദു അമ്മിണിക്ക് ഞങ്ങൾ അവിടേക്ക് പ്രവേശനം അനുവദിക്കില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാടല്ലേ ശരി? ഞങ്ങളെ സംഘപരിവാറുമായി കൂട്ടിക്കെട്ടി സംഘപരിവാറുമായി സമീകരിച്ച ആളുകളല്ലേ ഇവരൊക്കെ? പുരോഗമനകാരികൾ, ഞങ്ങളൊക്കെ പിന്തിരിപ്പന്മാരെന്ന് പറഞ്ഞ ആളുകൾ ഞങ്ങൾ പറഞ്ഞ നിലപാടിലേക്കല്ലേ വന്നത്? ഇവിടെ അതിഗുരുതരമായ കാര്യങ്ങളല്ലേ പുറത്തു വരുന്നത്? ദ്രാവകം ചൂട് കൂടുമ്പോൾ വാതകമാവും. ഇവിടെ ബഹുമാനപ്പെട്ട CPM-ന്റെ പ്രതിനിധി ഈ കോടതി ഉന്നയിച്ച ചോദ്യം പറയുമ്പോൾ കെമിസ്ട്രി ക്ലാസ് എടുക്കുകയാണ്. സ്വർണം ഒരു പ്രത്യേക ലോഹവുമായി കൂട്ടിക്കലർന്നാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇതിന് ഉത്തരം പറയണം. കോടതി വളരെ അതിഗുരുതരമായ ഒരു കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ താങ്കൾ കരുതുന്നത് പോലെയല്ല കാര്യങ്ങൾ ഹാഷ്മി. ഇത് ശബരിമലയെ വികസിപ്പിക്കാനല്ല, ശബരിമലയെ കൊമേഴ്സ്യലൈസ് ചെയ്യാൻ, ശബരിമലയെ സാമ്പത്തികമായി കച്ചവടം ചെയ്യാൻ ചില കച്ചവട താല്പര്യങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ. ഇവിടെ ശബരിമലയോട്, ശബരിമല പ്രതിദാനം ചെയ്യുന്ന വിശ്വാസത്തോട് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഹാഷ്മി പറയുന്നു ഇവിടെ സംഘപരിവാർ വിചാരിച്ചുള്ളത് സാധ്യമല്ല. പക്ഷെ സംഘപരിവാർ അത്തരം ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ സംഘപരിവാറിനെതിരെ ഈ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു? ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു ആത്മാർത്ഥതയുമില്ല. ഇവിടെ ഒരു കാര്യം കൂടി ഹാഷ്മി, ഇവിടെ കോടതിയിൽ പറഞ്ഞ എന്താ? കുംഭമേളയ്ക്ക് UP സർക്കാർ നടത്താമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് നടത്താമെന്ന് ചോദിച്ചത്. അപ്പൊ ഇവിടെ റോൾ മോഡൽ ആരാ? UP സർക്കാർ യോഗി ആദിത്യനാഥാ. CPM മറുപടി പറയണം. ഞങ്ങൾ ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഹൈക്കോടതിയിൽ കേരള ഗവൺമെന്റ് അഭിഭാഷകൻ ചോദിച്ചു, UP-യിൽ യോഗി ആദിത്യനാഥിന് കുംഭമേള നടത്താമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് നടത്തിക്കൂടാ? അപ്പോൾ ഇവരുടെ പ്രയോറിറ്റി എന്താ? ഈ കാര്യത്തിൽ വിശ്വാസത്തിലുള്ള ഒരു ഹിപ്പോക്രസി, വിശ്വാസത്തിലുള്ള ഒളിച്ചുകളി, വിശ്വാസത്തിലുള്ള ഇരട്ടത്താപ്പ്. നമുക്ക് PK ഗവർണറോട് ചോദിക്കാം. ശരി, അത് നമുക്ക് നേരത്തെ ചർച്ച ചെയ്താണെങ്കിലും നമുക്ക് PK ഗവർണറോട് ഒരിക്കൽ കൂടി ചോദിക്കാം. ശരി. ശ്യാറി ബാബു, ഇവിടെ കോടതി ദ്വാരപാലക ഈ പറയുന്ന പാളി മാറ്റിയതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ അനുവാദം വാങ്ങിയിട്ടില്ല. അത് സാങ്കേതിക പ്രശ്നമാണ്, അല്ലെങ്കിലും കോടതി അത് സീരിയസ് ആയി എടുക്കുന്നു. കോടതി മഹസ്തർ വിളിച്ചു വരുന്നു. കോടതിയുടെ ചില സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ഇടക്കാല ഉത്തരവിലും പറയുന്നത് കോടതിയുടെ ചില സംശയങ്ങളാണ്. അത് പരിശോധിക്കണം. എങ്ങനെയാണ് ഈ 4 കിലോ കുറവ് ഈ പറയുന്ന രീതിയിൽ അത് കോപ്പറാണോ? ഇപ്പോൾ കോടതി 99-ൽ ഇത് ഗോൾഡ് പ്ലേറ്റ് ചെയ്യാൻ ഉത്തരവിറങ്ങി ഉള്ള കാര്യം കോടതി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അപ്പോൾ ഗോൾഡ് പൂശിയിരുന്നോ? അത് കോപ്പറായിരുന്നോ? എങ്ങനെയാണ് 4 കിലോ കുറവുണ്ടാകുന്നത്? കോപ്പറാണോ ഗോൾഡാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധനയിൽ വ്യക്തമാകേണ്ടതാണ്. അത് വ്യക്തമാവട്ടെ. അറിയൂ ബാബു. ഇവിടെ ഹാഷ്മി എന്താണ് യഥാർത്ഥ വിഷയം? കോടതിക്ക് എന്താണ് ഇത്രയും ഒരു വലിയ തോതിലുള്ള ആകാംക്ഷയും ആശങ്കയും ഒക്കെ രേഖപ്പെടുത്താൻ കാരണം? കോടതി എന്ന് പറഞ്ഞത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന് ദേവസ്വം ബോർഡിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് കോടതി. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു നിമിഷം ഈ ഭരണത്തിൽ തുടരാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അവിടുത്തെ ഭരണാധികാരികൾക്ക് അവകാശമില്ല എന്ന് കോടതിയുടെ ഉത്തരവിലൂടെ നമുക്ക് വ്യക്തമാവുകയാണ്. ഒരു നിമിഷം തുടരാൻ അവകാശമില്ല. എന്താണ് കോടതി പറഞ്ഞിട്ടുള്ളത്? ഓരോ കാര്യവും ഒന്ന്
ഇപ്പോൾ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് തന്നെ വന്നത് ഹൈക്കോടതിയിൽ. സ്പെഷ്യൽ കമ്മീഷണറാണ് പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല അവിടെ ഈ സംഭവം നടക്കുന്നത്. ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളിക അഴിച്ചു കൊണ്ടുപോയത് എടുത്തുകൊണ്ടുപോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി സ്വർണ്ണപ്പാളിക എടുത്തുകൊണ്ടുപോകുന്നു. ആ എടുത്തുകൊണ്ടുപോയതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതാണ് ഹൈക്കോടതിയിലെത്തിയത്. ഹൈക്കോടതിയിലെത്തിയ സമയത്ത് ഹൈക്കോടതി പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തുമ്പോൾ എന്താണ്, ഇത് കൊണ്ടുപോകുന്ന സമയത്ത് 42.8 കിലോ, കൊണ്ടുവരുന്നത് എത്ര കിലോ എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല, മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കൊണ്ടുപോകാൻ ഈ പറയുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ ആരും കൂടെ പോയിട്ടില്ല. അത് പറയുന്നുണ്ട്. ഈ സാധനം കൊണ്ടുപോകുന്നത് അവിടെ കൊണ്ടുപോയി ഇത് ചെയ്യുമ്പോൾ അതിനെ നിരീക്ഷിക്കാനോ മോണിറ്റർ ചെയ്യാനോ ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ ആരും പോയിട്ടില്ല, കൂടെ ഒരു ഉത്തരവാദിത്വം കാണിച്ചിട്ടില്ല. പരിപൂർണമായ ഒരു അനാസ്ഥ, കെട്ടുകാര്യസ്ഥത ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചു. അപ്പോൾ ഇത് ആരാണ് ഈ ഉത്തരവാദികൾ? കേവലം ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമാണോ? അത് ദേവസ്വം ഭരിക്കുന്നവർക്ക് ഉത്തരവാദിത്വം ഇല്ലേ? 4 കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ നിലവിലെ റേറ്റ് അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് 4,27,00,000 രൂപയാണ്. 4,27,00,000 രൂപയുടെ തട്ടിപ്പ്, അഴിമതി നടന്നിരിക്കുന്നു. ഇത് വളരെ വ്യക്തമാണ്. ഉറപ്പിക്കാനായിട്ടില്ല. ഉത്തരവാദികൾ ലാഘവത്തോടെ നിലവിൽ എത്രയാണ് ഇപ്പോൾ 1 കിലോ എന്ന് പറഞ്ഞാൽ എത്ര പവൻ വരും? 150 പവൻ, മൊത്തത്തിൽ 500 പവനുണ്ട്. അങ്ങനെ കണക്കൂട്ട് നോക്കിയാൽ ഈ പറയുന്ന 4 കോടിക്ക് മുകളിൽ 5 കോടിക്ക് അടുത്ത് വരും. 5 കോടിക്ക് അടുത്ത് വരും. പക്ഷെ അങ്ങനെ കണക്കൂട്ടാനായിട്ടില്ല. അല്ല, ഈ പോയത് മുഴുവൻ ഈ 4 കിലോയും സ്വർണ്ണമാണെന്ന കാര്യം കോടതി സംശയിക്കുന്നതാണ്. അന്വേഷണത്തിൽ വ്യക്തമാകൊണ്ടാണ് 4 കോടിയുടെ ക്രമക്കേട്. അങ്ങനെ കടത്തി പറയാൻ സമയമായോ അറിയാവൂ? അല്ല, അത് വ്യക്തമാകട്ടെ. 4 കിലോ സ്വർണ്ണമാണെങ്കിലോ 4 കിലോ സ്വർണ്ണമാണെങ്കിൽ 4,27,00,000 രൂപയാണ് കോടതി പറയുന്നത്. അങ്ങനെ പോസിബിലിറ്റി ഉണ്ടെന്ന് പറയുന്നു. ഈ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ പോസിബിലിറ്റി ഉണ്ട് ഞാൻ പറയാൻ കാരണം അതിന്റെ പ്രസിഡന്റ് ഉണ്ട് ദേവസ്വം ബോർഡിന്. ദേവസ്വം ബോർഡ് അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ അയ്യപ്പ ഫ്യൂവൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു പെട്രോൾ പമ്പുണ്ട് നിലയ്ക്കലിൽ. ആ പെട്രോൾ പമ്പിനെ കുറിച്ച് ഒരു കേസ് വന്നു. ആ കേസിൽ നമ്മുടെ ദേവസ്വം ബെഞ്ച് കണ്ടെത്തിയ കാര്യം എന്താണെന്നറിയോ? അത് ഓഡിറ്റർമാർ കൊടുത്തതാ. ആ ഓഡിറ്റർമാർ കൊടുത്ത റിപ്പോർട്ട് റെക്കോർഡഡ് മൾട്ടിപ്പിൾ അക്കൗണ്ടിംഗ് ആൻഡ് സൂപ്പർവൈസറി ഫെയിലിയേഴ്സ്. സ്റ്റോക്ക് രജിസ്റ്റേഴ്സ് വെർ നോട്ട് കെപ്റ്റ് അപ് ടു ഡേറ്റ്. എൻട്രീസ് ഓൺലി അപ് ടു July 13, 2024 വരെ. Credit sales of government departments were recorded only to September 13, 2024. Cash book entries were not verified by the assistant registrar or executive engineer. And bank reconciliation statements were not prepared periodically. Daily remittance to the named bank were repeatedly delayed. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരിമലയുടെ തൊട്ട് മൂക്കിന് താഴെ നടക്കുന്ന ഒരു പെട്രോൾ പമ്പിലെ അഴിമതിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതുവഴി ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു. ഇത് ദേവസ്വം ബോർഡിന്റെ മൂക്കിന് താഴെ നടന്ന സംഭവമാണ്. ഇനി ഞാൻ 2022 റിപ്പോർട്ടുണ്ട്. ഞാനിതെല്ലാം വായിക്കുന്ന സമയക്കുറവ് കൊണ്ടാണ്. 50 ലക്ഷം രൂപ വൈക്കം കരുനാഗപ്പള്ളി കൊല്ലം യൂണിയന്റെ 50 ലക്ഷം രൂപയുടെ ഇറഗുലാരിറ്റീസ് ദേവസ്വം വിജിലൻസ് ഓഫീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 50 ലക്ഷം. ആരാണ് അഴിമതി നടത്തിയിരിക്കുന്നത്? ഈ വൈക്കം കരുനാഗപ്പള്ളി കൊല്ലം യൂണിയന്റെ കണക്കില്ല. ഹാഷ്മി, ഞാൻ പറയുന്നത് ദേവസ്വം ബോർഡ് ഓഡിറ്റ് റിപ്പോർട്ട് നിങ്ങൾ എടുത്തു നോക്കൂ. ഓഡിറ്റ് റിപ്പോർട്ട് അപ്ഡേറ്റ് അല്ല. ഒരു ദേവസ്വം ബോർഡിന്റെയും ഓഡിറ്റ് റിപ്പോർട്ട് തനത് വർഷത്തിന്റെ ഇല്ല, കഴിഞ്ഞ വർഷത്തിന്റെ ഇല്ല, അതിന് മുമ്പത്തെ വർഷത്തിന്റെ ഇല്ല. ആ ഓഡിറ്റ് റിപ്പോർട്ട് എടുത്തു നോക്കൂ നിങ്ങൾ. ഞാൻ ഈ പറയുന്നത് വസ്തുതാവിരുദ്ധമാണെങ്കിൽ നിങ്ങൾ ചലഞ്ച് ചെയ്തോളൂ. ശ്രീ രാഹുൽ ഈശ്വർ, വിശാലമായി ചിന്തിച്ചാൽ ഈ ശബരിമല സങ്കല്പം ഏതെങ്കിലും സ്വർണത്തിനോ വജ്രത്തിനോ ഏതെങ്കിലും സുഖസൗകര്യങ്ങൾക്കോ ആർഭാടത്തിനോ പ്രാധാന്യമുള്ളതല്ല. ലാളിത്യമാണ്, സർവധർമ്മ സമഭാവനയാണ്. എന്ന് പറഞ്ഞാൽ 41 നാൾ കഠിനവ്രതം, ഹജ്ജിന് പോകുമ്പോൾ ശത്രുക്കളെ വിളിച്ച് പൊരുത്തം ചോദിക്കും പോലെ ശത്രുക്കളെ പോലും വിളിച്ചു വരുത്തി ഭക്ഷണവും ദക്ഷിണയും വെച്ച് ശരീരബോധം ഉപേക്ഷിച്ച് ആത്മസാക്ഷാത്കാരത്തിനായി കല്ലും മുള്ളും കാൽക്കും എത്തയാക്കി കഠിനമായ കരിമലകയറ്റമാണല്ലോ. ആ ഫിലോസഫിക്കൽ കൺസെപ്റ്റിൽ സ്വർണ്ണത്തിനും വജ്രത്തിനും പ്രസക്തിയേ ഇല്ല. ഇപ്പോൾ എന്ന ചോദ്യം അവിടെ ഉണ്ട്. പോട്ടെ, അത് മറ്റൊരു കാര്യമാണ്. രാഹുൽ ഈശ്വർ, ഇവിടെ സ്വർണ്ണമുണ്ട്. ആ സ്വർണം 4 കിലോയോളം കാണാതായി എന്ന് ഒരു കോടതി സംശയിക്കുകയാണ്. 4 കിലോ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ അറിവ് പറയുന്നത് പോലെ ഇപ്പോഴത്തെ വിലയെടുത്ത് നോക്കിയ കോടികളാണ് വില. ഇനി ആ ഇറഗുലാരിറ്റി മറച്ചു വെക്കാൻ തൂക്കാതെ മഹസറിൽ രേഖപ്പെടുത്താതെ എഴുതിയത് കോടതി പിന്നെയും പറയുകയാണ്. ശബരിമലയെ പോലൊരു വിശ്വാസ കേന്ദ്രത്തിൽ ആ ദുരൂഹത ചൂഴ്ത്തു നിർത്തൽ അല്ലെങ്കിൽ അങ്ങനെ കോടതിയെ കൊണ്ട് പറയിപ്പിക്കൽ ഭൂഷണമാണോ ശ്രീ രാഹുൽ ഈശ്വർ?
ഹാഷ്മി, 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ആദ്യം തന്നെ എൻ്റെ നല്ല സുഹൃത്ത് അനൂപ്ജിയോട് യോജിച്ചുകൊണ്ടൊരു കാര്യം പറയട്ടെ. ശബരിമലയാണ് ഒരുപക്ഷെ ഇന്ത്യയിലെയും ലോകത്തിലെയും ഏറ്റവും വലിയ മതസൗഹാർദ്ദ കേന്ദ്രം. മതേതരത്വ കേന്ദ്രമല്ല, മതസൗഹാർദ്ദ കേന്ദ്രം. ആ ഫിലോസഫി, അയ്യപ്പ ദർശനം ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മുടെ എല്ലാ ഉത്തരവാദിത്തമാണ്. സെക്കൻഡ്, ശ്രീ RV ബാബുജിയുടെ ഒരു പോയിന്റ് വളരെ കറക്റ്റാണ്. ഒരുപാട് കാലമായി ഭക്തജന സംഘടനകൾ, അത് ഹിന്ദു പ്രസ്ഥാനങ്ങളും ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളും സാമുദായിക സംഘടനകളും ഒക്കെ ദേവസ്വം ബോർഡ് കുറെ കൂടെ പ്രൊഫഷണൽ ആകണം, കുറെ കൂടി ഇത്തരം കാര്യങ്ങൾ പ്രൊഫഷണൽ രീതിയിൽ ചെയ്യണം, മെച്ചപ്പെട്ട രീതിയിൽ വേണം. ചില അഴിമതി ആരോപണങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഒരുപാട് കാലമായി റൈസ് ചെയ്യുന്നു എന്ന കാര്യം ആരും വിസ്മരിക്കരുത്. ഇതാരെയും സംശയത്തിലാക്കാനോ മോശമാക്കാനോ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യം കൊണ്ട് പറയുന്നതല്ല. ശബരിമല കേരളത്തിന്റെ അഭിമാനമാണ്. ദേവസ്വം ബോർഡിന് 300-400 കോടിയോളം രൂപ വരുമാനവും കേരള സംസ്ഥാനത്തിന് 8,000 കോടി മുതൽ 12,000 കോടി വരെ വ്യത്യസ്ത ഫിഗേഴ്സ് ആണുള്ളത്. എന്തായാലും ഒരു 10,000 കോടിക്കടുത്ത് നമുക്ക് റവന്യൂ തരുന്ന ഒരു സ്ഥലമാണ്. അതായത് ഏകദേശം കോടിക്കണക്കിന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു. അവരുടെ ഫുഡ്, അവരുടെ എക്സ്പെൻസസ്, അവരടിക്കുന്ന പെട്രോൾ അടക്കം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ സമ്പന്നമാക്കും. അപ്പം കുറെ കൂടെ സീരിയസ് ആയിട്ട് ഈ വിഷയങ്ങൾ ശബരിമല വരുമാനം സർക്കാർ എടുക്കുന്നില്ല കേട്ടോ. അത് നേരത്തെ തന്നെ സർക്കാർ പല സർക്കാരുകൾ ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. ശബരിമലയിലെ പറയുന്നില്ല ഇനി അല്ലല്ല, അയ്യോ ആരും പറയുന്നില്ലെന്ന് അല്ലല്ല, അങ്ങനെ ആരും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഈ തീവ്ര വലതുപക്ഷക്കാർ കള്ളം പറയുന്നതാണ്. ശബരിമല വരുമാനം സർക്കാർ എടുക്കുന്നു, ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെലവാക്കുന്നു എന്ന് ഒരു രൂപ പോയിട്ട് ഒരു പൈസ പോലും ഗവൺമെന്റ് എടുക്കുന്നില്ല. പക്ഷേ എല്ലാത്തിന്റെയും കൺട്രോൾ ഗവൺമെന്റിനാണ്. അതായത് CPM-ന്റെ ബോർഡ് വരുമ്പോഴും കോൺഗ്രസിന്റെ ബോർഡ് വരുമ്പോഴും ഈ പൈസ ചെലവാക്കുന്നതിന്റെ കൺട്രോൾ ഗവൺമെന്റിനാണ്, അല്ലാതെ സർക്കാർ ഒരു പോലും എടുക്കുന്നില്ല. അങ്ങനെ അതൊക്കെ വ്യാജ പ്രചരണമാണ്. അതിന് മുൻപത്തെ ദേവസ്വം മന്ത്രി നമ്മുടെ ശിവകുമാർ സാറും മറ്റുമൊക്കെ ക്ലിയർ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ നമ്മുടെ നിയമസഭയിൽ തന്നെ കൊടുത്തിരുന്നു. അന്ന് CPM കോൺഗ്രസ് അംഗങ്ങൾ ഒരുമിച്ചാണ് ആ വിഷയം മുമ്പോട്ട് വെച്ച. അപ്പൊ അതൊന്നും അല്ല പറയുന്നത്. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ആ കാശ് എങ്ങനെ ചെലവാക്കണമെന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡും മറ്റുമാണ്. അത് മറ്റൊരു വിഷയം. അപ്പൊ ഇവിടെ വിഷയം എന്താ? ഇവിടെ സാധാരണ ആരുമല്ല ഈ സംശയം ഉയർത്തിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സാക്ഷാൽ കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതി മുന്നോട്ട് വെച്ചൊരു സംശയത്തെ പ്രശ്നമില്ലാതെ ദൂരീകരിക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെയും ഇപ്പം വിശിഷ്യ CPM-ന്റെ ആയതുകൊണ്ട് CPM-ന്റെയും കൂടി ഉത്തരവാദിത്തമാണ്. അതായത് ഈ ദേവസ്വം ബോർഡ് ഇരുന്ന ആൾക്കാരെ ഓർക്കണം. സാക്ഷാൽ ഭാരതകേസരി മന്നത്ത് പത്മനാഭനും ശങ്കറും അയ്യർ സാറും ഒക്കെ ആയിരുന്നു ആദ്യം ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നത്. അത്ര വലിയ പ്രൊഫൈൽ ഉള്ളവരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്നത്. അപ്പോൾ അത് വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ലോകത്തിൽ കോടിക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്ന ശബരിമലയ്ക്ക് സംശയങ്ങളില്ലാതെ വിവാദങ്ങളില്ലാതെ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ദേവസ്വം ബോർഡിനും ദേവസ്വം വകുപ്പിനുമാണ്. ഞാനടക്കം അല്ലെങ്കിൽ ശ്രീ RV ബാബു അടക്കം ഒരുപാട് പേർ, അല്ലെങ്കിൽ ശ്രീ അനൂപ് അടക്കം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായും വ്യക്തമായും ഡോക്യുമെന്റോടുകൂടി ഉത്തരം പറയാൻ പോലും ഒരു ബാധ്യസ്ഥരാണ്. കാര്യം അവർ റൈറ്റ് ടു ഇൻഫർമേഷന് കീഴിലാണ്. ഞാൻ പെറ്റീഷൻ കൊടുത്തിട്ടാണ് ദേവസ്വം ബോർഡ് റൈറ്റ് ടു ഇൻഫർമേഷന് കീഴിൽ വരുന്നത്. അന്ന് ദേവസ്വം ബോർഡ് PROയെ PIO കൂടിയാക്കിയത് മുരളി സാറായിരുന്നു. എന്റെ പെറ്റീഷനിലാണ് വരുന്നത്. കാരണം ഇതിന് ട്രാൻസ്പെറൻസി വേണം, അക്കൗണ്ടബിലിറ്റി വേണം. നേരത്തെ ശ്രീ ഗോപൻ സാറ് പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റാണ്. എന്തെങ്കിലും അങ്ങനെ പിഴവുണ്ട്, എന്തെങ്കിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണമെന്ന് ആ നിലപാടേ എല്ലാവർക്കും ഉള്ളൂ. പിന്നെ ഹാഷ്മി ഓർക്കേണ്ട ഒരു കാര്യം, അവിടുത്തെ സ്വർണം അമൂല്യമാണ്. കാര്യം നമ്മുടെ പ്രമുഖമായ ശ്രീ ഭീമ ജുവലറി ഇരിക്കുന്ന സ്വർണം പോലെയല്ല, അത് ദൈവീകതയുള്ളതാണ്, അല്ലെങ്കിൽ ആത്മീയ ആവാസ വ്യവസ്ഥയുടെ കാര്യമാണ്. അതായത് 18ാം പടി പോലും സേക്രഡ് ആണ്. അതുകൊണ്ടാണ് 18ാം പടിക്ക് പൂജ കഴിക്കുന്നത്. ശബരിമല അമ്പലത്തിന്റെ സിസ്റ്റത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ദേവൻ അല്ലെങ്കിൽ ഉള്ളിലിരിക്കുന്ന വിഗ്രഹവും ഐഡലും മാത്രമല്ല പവിത്രം, ചുറ്റുമുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മാളികപ്പുറത്തമ്മ, വാവരുനട, അല്ലെങ്കിൽ 18ാം പടി, ഇതെല്ലാം കൂടി പവിത്രമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വിധികളും മറ്റ് തന്ത്രവിധികളും ഒക്കെ ഉണ്ട്, മറ്റു വിഷയം. പക്ഷേ ഇത്രയും പവിത്രമായ ഒരു സ്ഥലത്ത് വിവാദങ്ങളോ സംശയങ്ങളോ ഇല്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? അത് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിനാണ്. അപ്പം ദേവസ്വം ബോർഡ് കൃത്യമായ ഉത്തരം പറയണം. കേൾക്കുന്ന സാധാരണക്കാർക്ക് എന്ത് തോന്നും? 49.8 കിലോഗ്രാം 38 ചില്ലുവാൻ കിലോഗ്രാമിലേക്ക് കുറഞ്ഞു. എങ്ങനെയും തോന്നില്ലേ? 1999 മുതൽ സ്വർണത്തിന്റെ സാന്നിധ്യമുണ്ട് അവിടുത്തെ പാളികളിൽ എന്ന് പറയുന്നു. അപ്പോൾ ഈ ചെമ്പ് മാത്രമാണോ എന്ന് സംശയം തോന്നില്ലേ? ഇതിന് ട്രാൻസ്പെറൻസി വേണ്ടേ, ഡോക്യുമെന്റേഷൻ വേണ്ടേ? ഇതൊക്കെ ഉണ്ടാണോ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഈ അയ്യപ്പ സംഗമം നടത്തുന്നതും സൂക്ഷിച്ച് വേണമെന്ന് പറയുന്നതിന്റെ കാര്യം, ഇതൊരു വളരെ ഹൈപ്പർ സെൻസിറ്റീവ് വിഷയമാണ്. അത് രാഷ്ട്രീയമായിട്ടല്ല പറയുന്നത്. വിശ്വാസികൾക്ക് അത്രമാത്രം. ഇത് പളനിയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ശബരിമലയാണെങ്കിലും ഇനി ഏതെങ്കിലും ഹാജി അലി മോസ്ക് ആണെങ്കിലും വേളാങ്കണ്ണി പള്ളിയാണെങ്കിലും കോടിക്കണക്കിന് വിശ്വാസികളെ ആകർഷിക്കുമ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിന്റെയും വിശ്വാസത്തിന്റെയും ജീവിതചര്യകളുടെയും ഭാഗമാണ്. ഇതിനെ സെൻസിറ്റീവായി കൈകാര്യം ചെയ്യണം. ഇത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടല്ല പറയുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇതിനെ സെൻസിറ്റീവായി കൈകാര്യം ചെയ്യാൻ കഴിയണം. ഇതിനെ ക്ലീനപ്പ് ചെയ്യാൻ കഴിയണം. 1-2 വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരുപാട് പേർ, കോൺഗ്രസിൽ നിന്ന് പ്രയാർ സാർ, CPM-ൽ നിന്ന് പത്മകുമാർ സാർ ഒക്കെ മികച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്നു. അല്ലെങ്കിൽ സുധാകരൻ സാർ, അദ്ദേഹത്തോട് 100 വിഷയങ്ങൾ
കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ പല കാര്യങ്ങളും ക്ലീനപ്പ് ചെയ്യാൻ സഹായിച്ച സുധാകരൻ സാറാണ്. ചരിത്രത്തിലെ ഏറ്റവും മികച്ച മന്ത്രിമാരിലുള്ള ജി സുധാകരൻ സാറാണ്. ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തോട് അടികൂടി നിന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അദ്ദേഹം നന്മ കാണാതിരിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന ഭരണസമിതി, CPM ഭരണസമിതി കൃത്യമായ ഉത്തരങ്ങൾ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തണം, മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും ബോധ്യപ്പെടുത്തണം. ഇല്ലെങ്കിൽ അയ്യപ്പ സംഗമത്തിന്റെ അടക്കം ശോഭ കെടാൻ ഇത് മാത്രമല്ല, നമ്മൾ ഈ പരസ്പരം അടികൂടുന്നതിനപ്പുറമേ വെളിയിൽ നിന്ന് വരുന്നവർക്ക് വിശ്വാസം തോന്നുന്നുണ്ടേ, അയ്യപ്പന് വേണ്ടി വരുന്നവർക്കും ഒക്കെ വിശ്വാസം തോന്നുന്നുണ്ടേ. ഒരു വരി കൂടെ ഹാഷ്മിക്ക് ഒരു കാര്യം ഓർമ്മ കാണും. നമ്മുടെ ഈ ശബരിമല പ്രക്ഷോഭം നടന്നപ്പോൾ ദേവസ്വം ബോർഡിന്റെ വരുമാനം കുത്തനെ ഇടിഞ്ഞ ഓർമ്മ കാണും. ഒരുപാട് ഭക്തർ കാണിക്കയിൽ പേര് മാത്രം എഴുതിയിട്ടു. ഇതൊരു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ്. കുടുംബങ്ങളെ ബാധിക്കും, ഒരുപാട് അമ്പലങ്ങളിലെ പാവപ്പെട്ട പൂജാരിമാരെ ബാധിക്കും. അതുകൊണ്ട് സീരിയസ് ആയിട്ട് എടുക്കണം. ഈ വിവാദങ്ങൾ തീർക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കാർക്കുമല്ല, ദേവസ്വം ബോർഡ് തന്നെയാണ്. പ്രശാന്ത്ജിക്കാണ്, ദേവസ്വം മന്ത്രിക്കാണ്. അത് കോടതിയിൽ അത് ബോധ്യപ്പെടുത്തുക തന്നെ വേണം അധികം വൈകാതെ. ഞാൻ ശ്രീ PK കോമലേക്ക് മറുപടിക്ക് എത്താം. അതിനു മുമ്പ് ശ്രീ എസ് സജീവൻ, താങ്കൾ അയ്യപ്പ വിശ്വാസിയാണോ എന്നറിയില്ല, ശബരിമലയിൽ പോയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഈ ശബരിമലയിൽ പോകുന്നത് എന്തിനാണ്? വിശ്വാസികൾ ശ്രീകോവിലിനകത്തെ അവരുടെ അയ്യപ്പ മൂർത്തിയെ കാണാനാണ്. അവിടെ ആ വിഗ്രഹം മതി. ഇതൊരു ഈറോഡ് സ്വദേശി EK സഹദേവൻ എന്നൊരാൾ വരുന്നു, ശ്രീകോവിലിന് പുറത്ത് വേറൊരു വിഗ്രഹം, ഒരു പഞ്ചലോക വിഗ്രഹം വെക്കണം എന്ന് ഈ സഹദേവന് വലിയ ആഗ്രഹം ഉണ്ടാവുന്നു. ദേവസ്വം ബോർഡ് പറയുന്നു, ദേവസ്വം ബോർഡ് അനുവാദം കൊടുക്കുന്നു. എന്തിനാണ്? അകത്തിരിക്കുന്ന മൂർത്തിക്ക് ബദലായി പുറത്ത് വേറൊരു വിഗ്രഹം. ഈ മഹാനന്ദ ചെയ്യുന്നത്, ഈ മഹാൻ നോട്ടീസ് അടിച്ച് QR കോഡൊക്കെ വെച്ചങ്ങ് പിരിവ് തുടങ്ങി. എങ്ങനെ? ഇപ്പം നമ്മൾ സാധാരണ ഇതിന് അപേക്ഷ കൊടുക്കും, നമ്മളെന്താ വിചാരിക്കുക, ഇയാൾക്ക് ഒരുപാട് പൈസ ഉണ്ട്, അയാൾ വഴിപാട് പോലെ അയാളുടെ ഒരു ആഗ്രഹം, ഒരു വേറെ വിഗ്രഹം, അങ്ങനെ വേറൊരു വിഗ്രഹം പുറത്ത് വേണമെന്നുള്ള വേറെ ചോദ്യം. ഇയാൾ പിരിവ് തുടങ്ങി. അവിടെ കോടതി ഇടപെട്ടപ്പോഴാണ് ദേവസ്വം ബോർഡ് അനുമതി പിൻവലിക്കുന്നതും ഈ പറയുന്ന രീതിയിൽ ആ പഞ്ചലോക വിഗ്രഹ പദ്ധതി അവിടെ നിർത്തലാവുന്നതും. ഒരു ഗുരുതരമായ ജാഗ്രതക്കുറവ് അവിടെ ഉണ്ടാവുന്നില്ലേ? ശബരിമല പോലൊരു സ്ഥലത്ത് അങ്ങനെ ഗുരുതരമായ ജാഗ്രതക്കുറവ് ഉണ്ടാവൽ അഫോർഡബിൾ ആണോ ശ്രീ എസ് സജീവൻ? അത് ജാഗ്രതക്കുറവ് മാത്രമല്ല ഹാഷ്മി. കാരണം ഒരു അമ്പലത്തിൽ അവിടെയുള്ള വിഗ്രഹം എന്ന് പറയുന്നത് അതാണ് ദേവൻ്റെ പ്രതിഷ്ഠയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതിനപ്പുറത്ത് ഓരോ വ്യക്തിക്കും, ഒരു പണച്ചാക്കിന് അപ്പുറത്ത് വേറെ വിഗ്രഹം വെക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് സമ്മതിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ അത് വെറും ഒരു എന്തെങ്കിലും തരത്തിലുള്ള ജാഗ്രതക്കുറവിൻ്റെ കാര്യമല്ല. അത് സത്യത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള അതിന് വിശ്വാസത്തെ വഞ്ചിക്കുന്ന രൂപത്തിലുള്ള കാര്യമാണ്. അതാണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പോലും കോടതി ഇത്രയും രൂക്ഷമായ രീതിയിൽ പരാമർശിച്ചിട്ട് പോലും അതിനെ ന്യായീകരിക്കുന്നത് ഗോപനോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് കാണിക്ക അർപ്പിച്ചിട്ടുള്ള, അതായത് ഈ സ്വർണ്ണപ്പാളി നൽകിയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന് സംശയമൊന്നുമില്ല. അദ്ദേഹം പറയും നമ്മൾ വിശ്വസിക്കണമെന്ന രീതിയിലാണ്. ഒരാൾ കാണിക്ക അർപ്പിച്ചു കഴിഞ്ഞാൽ, അല്ല ഒരാൾ ഈ അമ്പലത്തിൽ എന്തെങ്കിലും പുനഃപ്രതിഷ്ഠയ്ക്ക് വേണ്ട കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇനി എന്തെങ്കിലും മൃഗങ്ങളെ ആനയൊക്കെ നടയിരുത്തുന്നുണ്ടല്ലോ, അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ഉത്തരവാദിത്വം അയാൾക്കല്ല. അതോടുകൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ കർത്തവ്യവും അവിടെ അവസാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ് അത് അവിടെ കാണിക്ക അർപ്പിക്കുന്നതോട് കൂടിയിട്ട് തീരുന്നത്. അതിനുശേഷമുള്ള കാര്യങ്ങൾ അറ്റകുറ്റപ്പണി നടത്താനുള്ള ഉത്തരവാദിത്വമൊക്കെ അദ്ദേഹത്തിനാവുക, അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുക എന്നൊക്കെ പറയുന്നത് അത് സത്യത്തിൽ കോടതി ചോദിക്കുന്നില്ല. കോടതിയെപ്പോലും അറിയിക്കാതെ എന്തുകൊണ്ട് ചെയ്തു? അവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ഉത്തരവാദിത്വരാഹിത്യം മാത്രമല്ല, അവിടെ ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ടുള്ള കൃത്യവിലോപമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ് അവിടെ ദേവസ്വം ബോർഡ് ചെയ്തിട്ടുള്ളത്. അതിനൊരു തരത്തിൽ ന്യായീകരിക്കാനേ കഴിയില്ല. അത് മാത്രമല്ല, ഇത് മൊത്തം കൺഫ്യൂഷൻ നിൽക്കുകയാണ് സി എസ് സജീവൻ എന്ന് പറഞ്ഞാൽ. ഇത് 1999 സ്വർണം പൂശിയതാണ്, സ്വർണം പൂശിയത് 2019 സ്വർണ്ണത്തിന് മേൽ പിന്നെ എങ്ങനെയാണ് സ്വർണം പൂശാൻ കഴിയുക എന്ന് ചോദ്യം നിൽക്കുന്നു. അവിടെ ഈ പറയുന്ന രീതിയിൽ 4 കിലോ കുറവ്, കോടതി സംശയം 4 കിലോ സ്വർണം കുറഞ്ഞാണ് സംശയിക്കുന്നത്. 4 കിലോ കുറവുള്ള കാര്യം ഇതുവരെ ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല. ഇതിപ്പം ആ മഹസർ കോടതി വിളിച്ചു വരുത്തി കോടതിക്ക് എന്തോ സംശയം ഒന്ന് പരിശോധിക്കുമ്പോഴാണ് 4 കിലോ കുറവാണെന്നേ. അതുവരെ ആരും അറിയുന്നില്ല. അതെങ്ങനെയാണ് ശരിയാവുക? അതാണ് നമ്മളിപ്പോൾ പറയില്ലേ, ഈ ദേവസ്വം ബോർഡ് പല കാര്യങ്ങളും ചെയ്യും. ദേവസ്വം ബോർഡ് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മത പുലർത്തലാണ്. അതവർ ചെയ്തില്ല എന്നുള്ളത് ഇതിൽ പ്രതിക്കൂട്ടിൽ മറ്റാരുമല്ല, ദേവസ്വം ബോർഡാണ്. എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഐസ് അലിഞ്ഞ് വെള്ളമായി പോകുന്നതിനെ കുറിച്ച് കേൾക്കാം, ഇരുമ്പ് തുരുമ്പിച്ച് പോകുന്ന കേൾക്കാം, ചെമ്പിന് ക്ലാവ് പിടിക്കാം, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. സ്വർണ്ണം ഇങ്ങനെ ക്ലാവ് പിടിച്ചിട്ട് ഒറ്റയടിക്ക് 4 കിലോ അല്ലെങ്കിൽ 4.5 കിലോ
ഒറ്റയടിക്ക് ഇല്ലാതാവുക എന്ന് പറയുന്നത് നമ്മളെവിടെ ഈ ലോകത്ത് കേട്ടുകേൾവി ഇല്ലാത്ത കാര്യമല്ലേ. പിന്നെ പറയുന്നത് ഇതിൽ ഈയത്തിൻ്റെ അംശമുള്ളത് കൊണ്ട് ഈയം ചേർന്നതോടുകൂടി സ്വർണ്ണം അങ്ങ് ഇല്ലാതായി പോകുന്നു. അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് ഈയമുള്ളതാണ് എങ്കിൽ ഇത് തിരിച്ചു കൊണ്ടുവന്ന് ഈയം മുഴുവൻ മാറ്റിയിട്ട് ഈയവും ചെമ്പും മാറ്റിയിട്ടുള്ള തനി തങ്കമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതെന്നുള്ള ഒരു ചോദ്യമില്ലേ. ഇതിനൊക്കെ ഉത്തരം പറയണമല്ലോ. ഇതൊന്നുമില്ലാതെ താങ്കൾ പറഞ്ഞ പോലെ ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ഒരു കയ്യും കണക്കുമില്ല. കോടതി ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഈ 4 കിലോ അതായത് 5 കോടി രൂപയുടെ ഈ സ്വർണം, ആ സ്വർണത്തെക്കുറിച്ച് ആർക്കാണ് അറിയുക? അപ്പോൾ ആർക്കും എപ്പോഴും ഈ ചക്രക്കുടത്തിൽ കൈയിട്ട് നക്കുന്ന രീതിയിൽ ആർക്കും നക്കിയെടുക്കാവുന്ന രീതിയാണല്ലോ. അപ്പോൾ ഇതിനെ ന്യായീകരിക്കുമ്പോഴാണ് കോടതി ഇത്രയും രൂക്ഷമായ രീതിയിൽ പറഞ്ഞാൽ സത്യത്തിൽ വേണ്ടത് ഇതിന് സർക്കാർ തന്നെ ചെയ്യേണ്ടത് ഇത് പ്രത്യേക ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിട്ട് ആരാണ് ഇത് കട്ടത് എന്ന് അന്വേഷിക്കണം. കാരണം 4.5 കിലോ ഒന്നും ഒറ്റയടിക്ക് ഇല്ലാതെയായി പോകുന്നില്ല. അത് വായുവിൽ അലിഞ്ഞു പോകുന്ന സംഗതിയൊന്നുമില്ല. നമ്മൾ സ്വർണം എന്ന് പറയുന്ന സാധനം അങ്ങനെ കേടാവാത്തൊരു ലോഹമാണെന്നല്ല പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം ഇത് 5 കോടി രൂപയുടെ ഒരു വലിയ തട്ടിപ്പ്. അത് സ്വർണ്ണാഭരണം മോഷ്ടിക്കുന്നതല്ല, ഈ എന്താണ് തിരുവാഭരണം മോഷ്ടിക്കുന്ന പോലുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ തിരുവാഭരണമല്ല എങ്കിൽ പോലും ക്ഷേത്രത്തിൻ്റെ ഇത് സ്വർണ്ണപ്പാളി എന്ന് പറയുന്നത് അതിന് തുല്യമായിട്ടുള്ള, അതായത് നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ അതിനൊക്കെ ഒരു തരത്തിലുള്ള പവിത്രത ഇപ്പോൾ ഭക്തന്മാർ കണക്കാക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള സംഗതിയെ സർക്കാർ പോലും വളരെ ലഘുവായിട്ടാണ് കോടതി ഇത്രയും രൂക്ഷമായ രൂപത്തിൽ പറയുമ്പോൾ ഇതെങ്ങനെ 4 കിലോയുടെ സ്വർണത്തിൻ്റെ അളവ് എങ്ങനെ കുറഞ്ഞു? അത് ഉടനെ തന്നെ അന്വേഷിക്കേണ്ട. കാരണം ഇത് ആരാണ് തട്ടിക്കൊണ്ടുപോയെന്നുള്ളത് അറിയണമല്ലോ. എനിക്ക് തോന്നുന്നില്ല ഇത് ഒറ്റയടിക്ക് വായുവിൽ അലിഞ്ഞു പോയി. കോടതിയും പറയുന്നു എന്നാൽ പെട്രോൾ ആണെങ്കിൽ ഇത് ആവിയായി പോകുന്നു കരുതാം. ഇത് അങ്ങനല്ലല്ലോ. ഇത് ഒരു മാസവും 9 ദിവസം കൊണ്ട് 4.5 കിലോയുടെ കുറവ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ചെന്നൈയിലെ ഈ പറയുന്ന കമ്പനിയിൽ പോയി പണിഞ്ഞതിന് ശേഷമുള്ള കാര്യമല്ല. ഇത് ഇവിടുന്ന് ഇളക്കൊണ്ട് പോയി 1 മാസം 9 ദിവസം കഴിഞ്ഞ് ചെന്നൈയിലെ കമ്പനിയിലേക്ക് അവിടെ പോയി തൂക്കുമ്പോഴാണ് 4.5 കിലോയുടെ കുറവ്. അപ്പോൾ ഇത് പണിഞ്ഞു കഴിഞ്ഞാലല്ലേ കോപ്പർ പോയി ഈയം പോയി എന്നൊക്കെ പറയാൻ കഴിയും. പോട്ടെ, ഞാൻ അങ്ങനെ എത്താം. പി കെ ഗോപൻ, ഇവിടെ ചക്രക്കുളത്തിൽ കൈയിട്ട് നക്കിയ സംശയം സജീവം പറയുന്നുണ്ട്. അങ്ങനെ നക്കിയിട്ടുണ്ടെങ്കിൽ അത് ഭീകരമാണ്. നക്കിയവരെ പിടിക്കണം. പി കെ ഗോപൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഇപ്പോൾ ഞാൻ സമ്പന്നനാണെന്ന് എനിക്കറിയില്ല, പക്ഷേ സ്വർണ്ണപ്പാളിക്ക് അത്രയും സ്വർണ്ണം പൂശണമെങ്കിൽ അത്രയും പൈസ ഉണ്ടാവണോ? അല്ലെങ്കിൽ പഞ്ചലോക വിഗ്രഹം ഉണ്ടാക്കണമെങ്കിൽ കാശുള്ള സഹദേവനെ പോലെ അല്ലാത്ത സാധാരണ പാവം വിശ്വാസികളുണ്ട്. അവർ ചെറിയ സ്വർണ്ണ പൊട്ട്, ചെറിയ സ്വർണ്ണ ഗോപി, എന്താണ് പൊന്നും നൂല് നേരുന്ന വഴിപാട്, ചെറിയ ആൾ രൂപങ്ങൾ, കയ്യിൻ്റെയും കാലിൻ്റെയും ഒക്കെ രൂപങ്ങൾ, മാറ്റുള്ളതും മാറ്റു കുറഞ്ഞതുമായ ഒരുപാട് വഴിപാടുകൾ വിശ്വാസികൾ പൊതിഞ്ഞ് ഭണ്ഡാരത്തിലിടുന്ന സ്ഥലമാണ്. എന്തുകൊണ്ടാണത്? അത് ആ വിശ്വാസത്തെ കൊണ്ടിടുന്നതാണ്. ആ വിശ്വാസത്തിന് കോട്ടം വരുന്ന കാര്യം പറയുകയാണ് കോടതി. പി കെ ഗോപി, ചെറിയ കാര്യമല്ല. ശ്രീ ഹാഷിം, ഇത് ഈ പാനലിലുള്ള 6-7 പേരുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് മതിയായ സമയം അനുവദിക്കണം. അങ്ങത് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന്, ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരുണ്ടോ എന്ന പൊതു പഴഞ്ചൊല്ലിന് അപവാദമായ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാ CPIM. അത് ശ്രീ രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ പല കാലങ്ങളിൽ ഞങ്ങളോട് കടുത്ത അഭിപ്രായ വ്യത്യാസം പറയുമ്പോഴും ദേവസ്വം ബോർഡിന്, ഇപ്പോൾ നമ്മൾ ദേവസ്വം ബോർഡാണല്ലോ പ്രതിപാദ്യ വിഷയം, ദേവസ്വം ബോർഡ് ക്ലീനപ്പ് ആക്കാൻ വേണ്ടി ഞങ്ങളെടുത്തിട്ടുള്ള നിലപാട് കേരളത്തിലെ ഭക്തർ പൊതുവെ സ്വാഗതം ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല, മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നവർ ശബരിമലയുടെ വിഷയത്തിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അങ്ങേയറ്റം സംതൃപ്തിയുള്ളവരുമാണ്. കഴിഞ്ഞ മണ്ഡലകാലത്തെ ആളുകളുടെ വരവിനെ എത്ര മനോഹരമായിട്ടാണ് കൈകാര്യം ചെയ്തത് എന്നുള്ളതൊക്കെ പല കോണുകളിൽ നിന്നും അഭിപ്രായം വന്നിട്ടുള്ളതുമാണ്, അല്ലെങ്കിൽ പ്രശംസ വന്നിട്ടുള്ളതുമാണ്. അതുകൊണ്ട് മുൻധാരണയോടുകൂടി ശ്രീ സജീവനെ പോലുള്ള ആളുകൾ ഞാൻ ഇതിനെ ന്യായീകരിക്കാൻ പരിശ്രമിച്ചു. ഒരക്ഷരം കൊണ്ട് പോലും ന്യായീകരിക്കാതിരുന്ന ആളാണ് ഞാൻ എടുത്തുപയോഗിച്ച റെഫറൻസ് ആരാണോ കാണിക്ക സമർപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. ഇതിലേറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസം വരേണ്ടുന്നത് കാണിക്ക സമർപ്പിച്ച ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ആശങ്ക മാത്രമേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇത് അല്പ ദിവസങ്ങൾക്കുള്ളിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഉയർന്നു വന്നൊരു പുതിയ ഇഷ്യൂ ആണിത്, ഈ 4 കിലോയുടെ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ് അന്വേഷണം പ്രഖ്യാപിക്കുന്നോ ഇല്ലയോ എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ആരാണോ ഉപ്പ് തിന്നാൾ അയാൾ വെള്ളം കുടിക്കും, യാതൊരു സംശയമില്ല. പിന്നെ ഈ സാങ്കേതികമായി വന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് വാക്സിൻ്റെ പ്രശ്നമുണ്ട്, ലെഡിൻ്റെ പ്രശ്നമുണ്ട്, കോപ്പറിൻ്റെ പ്രശ്നമുണ്ട്, 4 കിലോയും സ്വർണ്ണമാണെന്നുള്ള സംശയമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് വ്യക്തമാകട്ടെ. വ്യക്തമായി കഴിഞ്ഞാൽ ഏത് പ്രശ്നത്തിലാണ് കേരളത്തിൽ ദേവസ്വം ബോർഡിനെ നയിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടല്ലോ, ഏത് അഴിമതി കാര്യത്തിലാണ് വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ളത്? അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ
ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്, പിന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്തിട്ട് ഇവർ ഇപ്പോഴും ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ കൊണ്ടുവന്ന് അയ്യപ്പ സംഗമത്തിൽ കൂട്ടിക്കെട്ടാൻ പരിശ്രമിച്ചപ്പോഴും അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉൾപ്പെടെ തള്ളിക്കളഞ്ഞിട്ടും ഇവർ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ നിലപാടിനെ സംബന്ധിച്ചാണ്. ആരുടെ നിലപാടാണ് സർ മാറ്റിയത്? ഞങ്ങളാണോ മാറ്റേണ്ടത്, നിങ്ങളാണോ മാറ്റേണ്ടത്? സുപ്രീം കോടതി ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നിഷേധിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിധി വന്നപ്പോൾ അതിനെ സ്വാഗതം ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് കോൺഗ്രസ് എന്നാണ്. അതിൻ്റെ നേതാവിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രാജ്യത്ത് പ്രസ്താവന ഇറക്കിയത് RSS ആണ്. അത് വിളംബരം ചെയ്തുകൊണ്ട് ഇറക്കിയ പത്രത്തിൻ്റെ പേര് ജന്മഭൂമി എന്നാണ്. ഞങ്ങളും അന്ന് സുപ്രീം കോടതി പറഞ്ഞ നിലപാടിനെ സ്വാഗതം ചെയ്തു. ഇവർ രണ്ടുപേരും പിന്മാറി. ശ്രീ പ്രയാറിൻ്റെ നേതൃത്വത്തിൽ അവിടെ നാമജപ ഘോഷയാത്ര നടത്തിയപ്പോൾ കോൺഗ്രസ് പിന്മാറി. അതുപോലെ പന്തളം രാജകൊട്ടാരം ഇറങ്ങിയപ്പോൾ RSS പിന്മാറി. ആരാ നിലപാട് മാറ്റിയത്? നിലപാടിനകത്തുനിന്ന് മാറ്റം വരുത്തിയത് ഞങ്ങളാണോ, നിങ്ങളാണോ? ഇപ്പം എന്താ അവിടുത്തെ വിഷയം? ഇപ്പം അത് അവിടുത്തെ വിഷയമല്ല. ഇപ്പൊ സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ ഹർജിയിരിക്കുന്ന സാഹചര്യമാണ്. ശരിയാണ്, കോൺഗ്രസും RSSും ശ്രീ RV ബാബു പോലും നിലപാട് മാറ്റി. പക്ഷെ നിലപാട് മാറ്റാത്തവർ എന്ന് പറഞ്ഞവർ CPM ആണ്. 2 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റാത്തവരാണ് ഞങ്ങൾ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ്. നിങ്ങൾ നിലപാട് മാറ്റിയില്ലേ? അതെ 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 ഇല്ല, ഞങ്ങൾ നിലപാട് മാറ്റിയില്ല. ഞങ്ങളുടെ നിലപാടെന്താ? ഞങ്ങളുടെ നിലപാടെന്താ? ഞങ്ങൾ അന്നത്തെ കോടതി വിധിയെ സ്വാഗതം ചെയ്തു. ഇപ്പൊ കോടതി അതിനകത്ത് നിൽക്കുന്നുണ്ടോ സർ? കോടതി ആ വിഷയത്തിൽ നിൽക്കുന്നുണ്ടോ? കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ കിടക്കുകയാണ്. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം പ്ലീസ് ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. ആ സുപ്രീം കോടതി വിധി ഒന്നും ഇപ്പോഴൊരു സ്ത്രീ വന്നാൽ ശബരിമല കയറ്റാൻ അനുവദിക്കുവോ? അല്ല, ഇപ്പൊ സുപ്രീം കോടതി വിധി ബാധകമല്ല. കോടതി പെൻഡിങ് വെച്ചിരിക്കുകയാണ്. കോടതി വിധി ബാധകമല്ല. അതുപോലെ അല്ല സാർ, അല്ല അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീ വന്നിട്ട് കയറ്റിയില്ല എന്നും പറഞ്ഞ് കയറ്റി അല്ല, ഇതേ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ ഇരിക്കുന്നത് കൊണ്ട് അത് ഫലത്തിൽ പിന്നെ നിലവിലില്ല. ഒരു റഹ്ന ഫാത്തിമയും പിന്നെ അമ്മിണിയും ഞങ്ങൾ കൊണ്ടുവന്നാന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു ബന്ധമുള്ള കേസല്ലത്. അവർ രണ്ടുപേരും വന്ന് കയറാൻ ശ്രമിച്ചപ്പോൾ അന്ന് പോലീസുകാർ കോടതി വിധി നിലനിൽക്കുന്നത് കൊണ്ട് അത് കണ്ടന്റ് ഓഫ് കോർട്ടായി മാറാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് കയറ്റിയത്. ഇപ്പൊ ഒരാൾ വന്നിട്ട് കേരള പോലീസ് കയറ്റുന്നില്ല എന്ന് പറഞ്ഞ് കോടതി പോട്ടെ. എന്തിനാ അവിടെ ശൈലജയും ഇവിടെ വൃന്ദാക്കാനായിട്ട് നിന്ന് 599 കിലോമീറ്റർ നവോത്ഥാന മുതൽ എന്തിനാ ജെൻഡർ ജസ്റ്റിസ് പറഞ്ഞേ? അത് കണ്ടന്റ് ഓഫ് കോർട്ട് മാത്രമാണെങ്കിൽ ഇത് മനസ്സിലാക്കേണ്ടത് നവോത്ഥാന മതിലിലും വനിതാ മതിലിലും ഒന്നും പ്രശ്നമില്ല. ഞങ്ങളുടെ എക്കാലത്തെ നിലപാട് എവിടെ പുരുഷൻ അധികാരമുണ്ടോ അവിടെ സ്ത്രീകൾക്കും അധികാരമുണ്ടോ എന്നുള്ള നിലപാട് തന്നെ. അതിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ശബരിമലയെ സംബന്ധിച്ച് വിശ്വാസത്തിന്റെ പ്രശ്നത്തിൽ ആരാണ് അവിടെ കയറേണ്ടത്? സ്ത്രീകൾക്ക് മഹാഭൂരിപക്ഷത്തിന് അവിടെ കയറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലേ ഉള്ള പ്രശ്നം. അവർക്ക് അങ്ങനെ ആഗ്രഹമില്ലെങ്കിൽ പിന്നെ ആ വിഷയം നിലനിൽക്കുന്നില്ല. പ്രിൻസിപ്പിൾ ഇല്ലാതാവുന്നില്ല. ആ പ്രിൻസിപ്പിൾ അവിടെ നിൽക്കും. സാർ, ഇത് രണ്ടും ഒന്ന് പറയുന്നത് എന്താന്ന് ക്ലിയർ ചെയ്യും. ജെൻഡർ ജസ്റ്റിസിനെ സംബന്ധിച്ച് ലോകത്തെവിടെ പുരുഷന് സാമീപ്യമുണ്ടോ അവിടെ സ്ത്രീകൾക്ക് സാമീപ്യം ഉണ്ടാകണം എന്ന നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. നമ്പർ 1. നമ്പർ 2, വിശ്വാസത്തിന്റെ പ്രശ്നത്തിൽ ആരാണോ കയറേണ്ടത് അവരിലെ മഹാഭൂരിപക്ഷത്തിന് ആ ആവശ്യം ഉയർന്നു വരണം. അത്തരം ആവശ്യം ഉയർന്നു വരുന്നതിന്റെ ഭാഗമായി സുപ്രീം കോടതി പോയത് RSSന്റെ ബന്ധപ്പെട്ട വനിതകളാണ്. അവർ പോയി വിധി സമ്പാദിച്ചുകൊണ്ട് വരുമ്പോൾ ഞങ്ങൾ പ്രവേശിപ്പിക്കില്ല എന്ന നിലപാട് ഞങ്ങൾ എടുത്തില്ല. ഞങ്ങൾ മാന്യമായ നിലപാട് തന്നെ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് അതിൽ നിന്ന് പിന്മാറി ജനങ്ങളിൽ ഭൂരിപക്ഷം അത്തരം താല്പര്യമില്ലെങ്കിൽ ഇല്ല, അത്രയുള്ളതിനകത്ത് പ്രശ്നം. അതുകൊണ്ട് ആ ഇൻ പ്രിൻസിപ്പൽ ജെൻഡർ ജസ്റ്റിസിന്റെ ഇഷ്യൂ അവിടെ പിന്നെ ഇല്ലാതാവുന്നില്ല. അതാണ് അതിനെ സംബന്ധിച്ചുള്ള വിഷയം. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കാര്യമാണ്. പിന്നെ കുംഭമേളയെ ബന്ധപ്പെട്ട് അങ്ങ് തന്നെ എന്നോട് മറുപടി ചോദിക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചൊരു കാര്യമുണ്ട്. ഈ കുംഭമേള എന്നുള്ളത് കേന്ദ്ര സർക്കാരും ആ നടക്കുന്ന സ്റ്റേറ്റുകളിലെ മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിലെ ഗവൺമെന്റും പണം ചെലവാക്കി നടത്തുന്നതാണ്. ഇത് കേരള സർക്കാർ പണം ചെലവാക്കി നടത്തുന്നതല്ല. കുംഭമേള ഒരു സർക്കാർ നേരിട്ട് നടത്തുമ്പോൾ പരാതിയില്ലാത്ത RSS സർക്കാർ പരോക്ഷമായി സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമത്തിന് പരാതി പറയുന്നതിന്റെ ലോജിക്കാ ഞങ്ങൾ ചോദ്യം ചെയ്തത്. ഇവിടെ സർക്കാർ നേരിട്ട് പണം അതിന് ചെലവാക്കുകയല്ല, മറിച്ച് അവിടുത്തെ വികസനത്തിന് വേണ്ടി അതിനെ 3 ഘട്ടമായിട്ട് എടുത്താണ് ചെയ്യുന്നത്. 1 അവിടുത്തെ പശ്ചാത്തല വികസനം, 2 ടൂറിസം, 3 ക്രൗഡ് മാനേജ്മെന്റ്. അവിടുത്തെ കൂടി വരുന്ന ജനങ്ങളെ എങ്ങനെ കൺട്രോൾ ചെയ്ത് കൃത്യമായി കഴിഞ്ഞ വർഷം നമ്മളത് മികച്ച രീതിയിൽ വിജയിപ്പിച്ചെടുത്തു. 54 ലക്ഷം ഭക്തരെ
ഒരു പരാതിയുമില്ലാതെ എല്ലാവരുടെയും അംഗീകാരത്തോടു കൂടി അവിടെ ക്ലാരിഫൈ ചെയ്ത് കൊടുത്ത കാര്യമാണത്. അപ്പോൾ പശ്ചാത്തല വികസനത്തിന് ആർക്കൊക്കെ ഫണ്ട് വിനിയോഗിക്കാൻ പറ്റും, ടൂറിസത്തിന് ഇതര സ്റ്റേറ്റുകളിലെ തീർത്ഥാടന കേന്ദ്രങ്ങളുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, വലിയ ആൾക്കൂട്ടത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ആധുനിക കാലത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കഴിയും. ഈ 3 കാര്യങ്ങളിൽ 2 വിഭാഗങ്ങൾ, ഒന്ന് സാങ്കേതിക വിദഗ്ധർ, രണ്ടാമത്തെ സെറ്റ് ഭക്തർ, ഈ 2 വിഭാഗത്തിന്റെയും കൂടി അഭിപ്രായത്തെ സമന്വയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തെയാണ് നമ്മൾ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ശോഭ കെട്ടപ്പോ അത് നടപ്പിലാക്കുന്നതിന് തടസ്സമായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ പോയി പരാജയപ്പെട്ടവർ ഇപ്പൊ ഈ വിഷയത്തിൽ വലിയ തോതിൽ എടുത്തിയാടുകയാണ്. ഇതിലും അവർ പരാജയപ്പെടും. കാരണം ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇവിടെ സ്വകാര്യ ചില ആരാധനാലയങ്ങളും അതുപോലെ ദേവസ്വം ബോർഡിന്റെ ആരാധനാലയങ്ങളിലൊക്കെ പല കാലങ്ങളിൽ അപകടകരമായ സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. ദൈവം അവിടെ ഇരിക്കുന്നെന്നുള്ള ഓർമ്മ ഇല്ലാതെ പോലും ഭക്തരെ സംബന്ധിച്ചുള്ള ദൈവം അവിടെ ഉണ്ടെന്ന് ഉറപ്പാണല്ലോ. അങ്ങനെയുള്ള ഭക്തരായിട്ടുള്ള ചില ആളുകൾ പോലും ഈ ഭരണസമിതി കയറിയിരുന്നുകൊണ്ട് ഉദ്യോഗസ്ഥരായാലും മറ്റുള്ളവരായാലും പല കാലങ്ങളിൽ ആരാധനാലയങ്ങളെ കവർന്നെടുത്തിട്ടുണ്ട്. അത്തരം കവർച്ചയ്ക്ക് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇടതുപക്ഷ മന്ത്രിമാർ ഇതിൽ ശുദ്ധീകരണത്തിൻ്റെതായ നിലപാട് സ്വീകരിക്കുന്നത്. ശരി, താങ്കൾ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം അത് കൃത്യമാണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ മാത്രമാണ് കോടതി ഇത്രത്തോളം ഗുരുതരമായ പരാമർശം ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന സ്പോൺസർഡ് ഇടപാടുകളിൽ പരിശോധന വേണമെന്ന് ഹൈക്കോടതി പറയുകയാണ്. സ്പോൺസർഡ് ഉദ്ദേശലക്ഷ്യം പരിശോധിക്കണം. തൂക്കത്തിൽ വ്യത്യാസം വരാനുള്ള ഒരേ ഒരു കാരണം സ്വർണം പൊതിഞ്ഞത് മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 കിലോ സ്വർണ്ണമാണെന്ന് സംശയം പറയുന്നു. കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾക്ക് പകരം തിരികെ ഏൽപ്പിച്ചത് മറ്റു പാളികളാണോ എന്ന സംശയമടക്കം കോടതി പ്രകടിപ്പിക്കുകയാണ്. ശ്രീ വി ആർ അനൂപ് പണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിഷ്ണു എന്നൊരു കൂട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അവനൊരു ഇതുപോലെ ഒരു തവണ ശബരിമല 40 ദിവസം വ്രതമൊക്കെ എടുത്ത് മലയ്ക്ക് പോകുന്നവനാണ്. അപ്പോൾ വ്രതത്തിനിടയ്ക്ക് എന്തോ ഒരു കുരുത്തക്കേട് മനസ്സിലാലോന്ന് വന്നപ്പം പെട്ടെന്ന് പറഞ്ഞു മറ്റേ തെറ്റിച്ച പുലി പിടിക്കും എന്ന പേടി. അത് അവൻ്റെ വിശ്വാസമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഇത് ഈ പറഞ്ഞ പോലെ നേരത്തെ സജീവൻ സാർ പറഞ്ഞ പോലെ ചക്രക്കുടത്തിൽ കൈയിട്ട് അയ്യപ്പൻ്റെ സ്വർണ്ണം ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്താകും അവരുടെ വിധി? അനൂപ്, ഹാഷ്മി, താങ്കളുടെ പുലി പിടിക്കുമോ എന്ന് പേടിച്ച സുഹൃത്തിൻ്റെ പേര് പണ്ട് വിഷ്ണു എന്നാണെങ്കിൽ ഇപ്പോഴത്തെ ആ സുഹൃത്തിൻ്റെ പേര് വിജയൻ എന്നാ, പിണറായി വിജയൻ എന്നാ. അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റിയെന്നേ. ഇവിടെ ഞാൻ അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. CPMന്റെ പ്രതിനിധി തന്നെ പറയുന്നതിൽ വ്യക്തമാണ്. അവരുടെ നിലപാട് എത്ര പ്രാവശ്യമാണ് മാറ്റിയത്. ഇപ്പം എന്തുകൊണ്ടാണ് അവർ ബിന്ദു അമ്മിണിയെ വിശ്വാസ സംഗമത്തിൽ പ്രവേശിപ്പിക്കാത്തത്? അവരാ നിലപാട് മാറ്റി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തെ തുടർന്ന് എല്ലാ വീടുകളിലും പോയി പറഞ്ഞില്ലേ ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറിയെന്ന്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ പിന്മാറി എന്ന് പറഞ്ഞ് ഇപ്പോഴും പറഞ്ഞു നിൽക്കുക ഞങ്ങൾക്ക് ജെൻഡറുമായി ബന്ധപ്പെട്ട് വലിയ തേങ്ങാക്കൊലയുണ്ട്, ഞങ്ങൾക്ക് വലിയ നിലപാടിൻ്റെ രാജകുമാരന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഞങ്ങൾ എടുത്തൊരു പൊസിഷനിലേക്ക് വന്നു. ഞങ്ങളുടെ നിലപാട്, രാഹുൽ ഗാന്ധി പറഞ്ഞ നിലപാടിൽ നിന്ന് ഞങ്ങളത് മാറിയത് എന്തുകൊണ്ടാണ്? വിശ്വാസം പോലുള്ള സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ സംഘപരിവാറിന് മുതലെടുക്കാൻ അവസരം കൊടുക്കരുത്, അവസാനത്തെ വിശ്വാസിയെ ഇവരെ അഡ്രസ് ചെയ്യണമെന്നുള്ള നിലപാടെടുത്ത ആളുകളാണ്. ഇപ്പോൾ ഇവർ ഈ അയ്യപ്പസ്വാമിയുടെ പടം പിടിച്ചു വരുന്നത് അത് ശുദ്ധമായ ഇലക്ഷൻ സ്റ്റണ്ടാണെന്നേ. ഇത് ഞാനൊരു കാര്യം പറയാം ഹാഷ്മി, ഇത് ആദ്യത്തെ തവണയൊന്നുമല്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഉദാഹരണമുണ്ട്. 1957 EMS മന്ത്രിസഭ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇവിടെ തിരുകൊച്ചിയിൽ C. കേശവൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഭരിച്ചിരുന്നപ്പോഴാണ് അഗ്നിബാധയുണ്ടായത് ശബരിമലയ്ക്ക്. അന്ന് ഹിന്ദു ക്ഷേത്രം സംരക്ഷിക്കാൻ ഈ കോൺഗ്രസ്സുകാർക്ക് കഴിയില്ല എന്ന് പ്രചരണം തിരുവിതാംകൂറിൽ നടത്തിയ ആളുകളായി കമ്മ്യൂണിസ്റ്റുകാർ. ഞാനിവിടെ ഒരു ആവേശത്തിന്റെ പുറത്ത് അന്തിച്ചർച്ചയിൽ വന്ന് പറയുന്നതല്ല. G. ജനാർദ്ദന കുറുപ്പ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ആയിരുന്ന DGP ആയിരുന്ന ജനാർദ്ദന കുറുപ്പ് പറയുന്നുണ്ട് അന്ന് NSS അടക്കം CPMനെ പിന്തുണച്ചത് കേരളത്തിലെ കോൺഗ്രസ് ക്രിസ്ത്യൻ താല്പര്യങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞ് അത്തരം വർഗീയമായ പ്രചരണങ്ങൾ മുൻപും നടത്തിയിട്ടുള്ള ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാര്. ഇവിടെ കോൺഗ്രസിനെതിരെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ 10ാം വർഷത്തിൽ പിണറായി വിജയന്റെ പാർട്ടി അയ്യപ്പസ്വാമിയുടെ പടം പിടിച്ചു വരുന്നത് ഭക്തി കൊണ്ടല്ലെന്നേ, ഇതിനെ ക്യാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഇതിനകത്ത് ഇവർക്കൊരു ആത്മാർത്ഥതയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, ഇവിടെ ഹാഷ്മിയെ പോലെ നിഷ്കളങ്കമായി ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ശബരിമലയുടെ വികസനത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യും, സംഭാവന ചെയ്യുന്നു വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതിനകത്ത് പ്രശ്നമുണ്ടെന്ന്, അപകടമുണ്ട്. ഇവിടെ കേരളത്തിൽ പിണറായി വിജയൻ പൗരപ്രമുഖർ എന്ന് പറയുന്ന ഒരു പുതിയ വർഗത്തെ സംഭാവന ചെയ്തു. അതുപോലെ വിശ്വാസികൾക്കിടയിൽ വിശ്വാസി പ്രമുഖർ സംഭാവന ചെയ്യുക. ഈ 1500 ആളുകൾ എന്ന് പറയുന്നത് ഇവർക്ക് താല്പര്യമുള്ള കോടീശ്വരന്മാരായ ആളുകളെ ആനയിച്ചു കൊണ്ടുവന്ന് ഇവരുടെ കൂടി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നടത്തുന്ന പരിപാടിയാണെന്നേ. അയ്യപ്പൻ എന്ന് പറയുന്നത് എന്താ? തമിഴ്നാട്ടിലെയും ആന്ധ്രാപ്രദേശിലെയും ഉൾഗ്രാമങ്ങളിൽ ഓരോ ദിവസം അവന്റെ കൂലിവേലയെടുത്ത് ഭണ്ഡാരത്തിലെടുത്ത് നഗ്നപാതനായി യാത്ര ചെയ്യുന്ന സാധാരണക്കാരന്റെ കൂടി ദൈവമാണ് അയ്യപ്പൻ.
ജാതിഭേദവും മതദ്വേഷവും ഇല്ലാത്ത സങ്കല്പം എന്ന് ശ്രീനാരായണ ഗുരുവിന് മുമ്പ് സാക്ഷാത്കരിച്ചതാ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുമ്പ് സമത്വം എന്നൊരു ആദർശം ഇവിടെ പ്രയോഗത്തിൽ തന്നെ നമുക്ക് കാണിച്ചു തന്നുള്ള ദൈവസങ്കല്പ. അവിടെയാണ് 15,000 കോടീശ്വരന്മാരെ അണിനിരത്തി. പിന്നെ ഇവരെ ആരൊക്കെ ക്ഷണിക്കുന്നത്? ഇവര് എന്താണ് ഇതിന്റെ പ്രയോറിറ്റി? ഈ പൗരപ്രമുഖരെ പോലെ വിശ്വാസ പ്രമുഖരെ കൊണ്ടുവന്ന് ഇത് സാമ്പത്തികവൽക്കരണമാണെന്നേ, കൊമേഴ്സ്യലൈസ് ചെയ്യാനുള്ള പരിപാടിയാണ്. ശബരിമലയെ ശുദ്ധമായി പറഞ്ഞാൽ കച്ചവടം ചെയ്യാനുള്ള കച്ചവട താല്പര്യത്തോടു കൂടി 10ാം കൊല്ലം വരിക. 2 ഉദ്ദേശമാണ്. ഒന്ന് സാമ്പത്തിക താല്പര്യം, 2 രാഷ്ട്രീയ താല്പര്യം. 10 കൊല്ലം മിണ്ടാതിരുന്ന് ഇവിടെ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലുള്ള പരിപാടിയാണെങ്കിൽ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ശബരിമല ദേവസ്വം ബോർഡല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡാ. ഇത് നടപ്പിലാക്കുമ്പോൾ ഒരു ഉദ്ദേശമുണ്ട്, ഞങ്ങൾ ഇത് അയ്യപ്പന്റെ ആളുകളാണെന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് അതിൽ ഭൗതികമായ ഒരു സത്യസന്ധത ഉണ്ടല്ലോ. CPM അതിന്റെ നിലപാടുകൾ തെറ്റുപറ്റിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറയുന്നതല്ലേ നിലപാട് തിരുത്തി എന്ന് പറയണം. നിലപാട് തിരുത്തിയിട്ടില്ല. ബാബു, ഇവിടെ എല്ലാത്തിനും പ്രശ്നത്തിന് കാരണം എന്താണ്? സുപ്രീം കോടതിയിൽ പോയ എന്താണ് ആ ഹർജി, കേരളത്തെ പറ്റി ശബരിമലയെ പറ്റി ഒന്നും അറിയാത്ത ഒരു ഹർജി. അതിലൊരാളുടെ ഇപ്പോഴത്തെ പേര് അഡ്വക്കേറ്റ് പ്രേരണ സിംഗ്, പേര് 2020 പേര് മാറ്റിയാണ്. 1-ാം തരം RSS സിമ്പതൈസറാണ് ഹർജിക്കാരിലൊന്ന്. RSS സിമ്പതൈസർ, BJP നേതാവ്, BJP ഓഫീസ് ബെയറാണ്. പൂർവാഞ്ചൽ എന്തോന്ന് പറഞ്ഞിട്ട് അവരുടെ എക്സാമിൽ നോക്കിയാൽ കുറേ അധികം പദവികൾ വഹിക്കുന്ന BJPയുടെ ഓഫീസ് ബെയറാണ് ഈ പറയുന്ന അഡ്വക്കേറ്റ് പ്രേരണ സിംഗ്. ഈ പറയുന്ന അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്ന ഈ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായ ഹർജിക്കാരിൽ ഒരാളാണ്. ഭയ്യാജി ജോഷി അടക്കം RSSന്റെ പ്രഖ്യാപന നിലപാട് എന്തായിരുന്നു? സ്ത്രീ പ്രവേശനമായിരുന്നില്ലേ? സ്ത്രീകളെ പ്രവേശിക്കാൻ ആക്ടിവിസം നടത്തിയവരാണ് RSSകാർ. ആർ ഹരിയുടെ നിലപാട് എന്തായിരുന്നു? രാജഗോപാൽ എന്തായിരുന്നു? ടി പരമേശ്വരൻ നിലപാട് എന്തായിരുന്നു? ബാബു താങ്കളുടെ നിലപാട് എന്തായിരുന്നു? കെ സുരേന്ദ്രന്റെ നിലപാട് എന്തായിരുന്നു? പിന്നീട് സുവർണാവസരം നിലപാട് നിങ്ങൾക്കൊക്കെ മാറ്റാമെങ്കിൽ എന്തുകൊണ്ട് CPM മാറ്റിക്കൂടാ? LDF മാറ്റിക്കൂടാ? സർക്കാരിന് മാറ്റിക്കൂടാ? ബാബു, ഹഷ്മി, ഇതിനൊക്കെ മറുപടി പറയാനുള്ള സമയമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വ്യക്തമായി മറുപടി പറയാനുള്ള ആ അവസരം തരുമെന്നുണ്ടെങ്കിൽ വിശദമായി തന്നെ പറയാം. സമയമില്ലല്ലോ. ഈ കാര്യങ്ങളിൽ എങ്ങനെയാണ് നിലപാട് മാറിയത്? ആ നിലപാട് മാറ്റം പരസ്യമായി പറഞ്ഞ് എടുത്ത ആൾക്കാരാണല്ലോ ഈ പറയുന്ന സംഘടനകളൊക്കെ. എന്തായിരുന്നു ആദ്യത്തെ നിലപാട്? ആ നിലപാടിൽ നിന്ന് എന്തുകൊണ്ട് മാറി? ഈ സാഹചര്യത്തിലേക്ക് വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. സർക്കാരിൻ്റെ ഈ ധിക്കാരപരമായ നിലപാട് വിശ്വാസികളെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ സർക്കാർ ബിന്ദു അമ്മിണിയെയോ അല്ലെങ്കിൽ രഹാന ഫാത്തിമയോ പോലുള്ള ആളുകളെ ബലമായിട്ട് ശബരിമലയിൽ പോലീസിൻ്റെ സന്നാഹത്തോടെ കയറ്റുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ സർക്കാരിൻ്റെ പിടിവാശി ആണ് വിശ്വാസികളെ പ്രകോപിപ്പിച്ചതും ഹൈന്ദവ സംഘടനകളെ സമരത്തിലേക്ക് എത്തിച്ചതും. ഞാനതിൻ്റെ വിശദാംശങ്ങളിൽ കടക്കുന്നില്ല. പക്ഷേ ഹാഷ്മി, ഒരു കാര്യം, ഈ സ്ത്രീകൾ ആർത്തവ സമയത്ത് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള നിയമം ചട്ടമാക്കിയത് ആരാണെന്ന് അറിയാമോ ഹാഷ്മിക്ക്? ആരാണെന്നറിയാമോ? 1965 ഹിന്ദു പബ്ലിക് പ്ലേസ് വർഷിപ്പ് ആക്ട് 1965 ഓതറൈസേഷൻ ഓഫ് എൻട്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിയമമുണ്ട്. ആ നിയമത്തിൽ അതിൻ്റെ ഓർഡിനൻസ് ആയിട്ട് ഇറങ്ങി. ആ നിയമം റൂളും ചട്ടവും ഉണ്ടാക്കിയത് ശ്രീ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ഗവൺമെൻറ് 1967 അധികാരത്തിൽ വന്നപ്പോഴാണ്. എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഈ ഗോപന്റെ നേതാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന നിയമമുണ്ടാക്കിയത് ഈ ഗോപന്റെ പാർട്ടിയുടെ നേതാവ് ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ഞാനപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് ഇനി കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. ആരാണ് ഈ വിഷയത്തിന്റെ ഒക്കെ മൂല കാരണം എന്നുള്ളതിനെ കുറിച്ച് ഒരു അയ്യപ്പ കുറിച്ച് ഇതിന്റെ കൂടെ പറഞ്ഞപ്പോ അതും കൂടി അയ്യപ്പ സംഗമത്തെ കുറിച്ച് 1965 ആക്ട് എടുത്ത് നോക്കൂ. 1965 ആക്ട് എന്താണ്? 1965 വായിക്കും എടുത്ത് 1965 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിട്ടില്ല. 3C ആണ് ഇവിടെ റദ്ദ് ചെയ്തത്. 1965 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചോ? 1965 ഓർഡിനൻസും ചട്ടവും റൂളും ഉണ്ടാക്കിയത് നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റാ. നിങ്ങൾ ചരിത്രം അറിയാതെ ഇവിടെ വന്ന് വിളമ്പരുത് കേട്ടോ. ചരിത്രം അറിയാതെ ഇവിടെ കിടന്ന് വിളമ്പരുത്. അത് ആദ്യം പോയി പരിശോധിക്കുക. കുറിച്ച് പറഞ്ഞു എന്റെ ഊഴമാണ് ഇടപെടല്ലേ. അയ്യപ്പ സംഗമത്തെ കുറിച്ച് പറഞ്ഞു. അയ്യപ്പ സംഗമം ആര് സംഘടിപ്പിക്കുന്നു പറഞ്ഞ ദേവസ്വം ബോർഡ്. എന്താ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്നു? ആരാണ് അയ്യപ്പ സംഗമത്തിന് വിളിക്കുന്നത്? ദേവസ്വം മിനിസ്റ്റർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, രണ്ടുപേരുടെയും കൂടിയാണ് ബ്രോഷർ. ആ ബ്രോഷറിൽ എന്താ പറയുന്നത്? അപരവൽക്കരണത്തിനെതിരെ, മാനവികതയ്ക്ക് വേണ്ടി. എന്താ അയ്യപ്പ സംഗമം അപരവൽക്കരണത്തിനെതിരെ നടത്തുന്നതാണോ അതോ ശബരിമല വികസനത്തിന് വേണ്ടി നടത്തുന്നതാണോ? നിങ്ങൾ ഇറക്കിയ ബ്രോഷറിലാണ് ഞാൻ പറയുന്നത്. തികച്ച രാഷ്ട്രീയ പരിപാടി,
അയ്യപ്പ വിശ്വാസികളെ മറവയാക്കിക്കൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ പരിപാടി. സാങ്കേതികമായി അയ്യപ്പ സംഗമം നടത്താൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് സുപ്രീം കോടതി നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അത് സാങ്കേതികമായി മാത്രമാണ്. ധാർമ്മികമായി നിങ്ങൾക്ക് അയ്യപ്പ സംഗമം നടത്താൻ അവകാശമില്ല. കാരണം അയ്യപ്പ വിശ്വാസികളെ നിയന്ത്രിക്കുന്നു നിങ്ങൾ. എപ്പോ 19-ാം തീയതി 20-ാം തീയതി 10,000 പേർക്ക് മാത്രമാണ് ദർശനം നടത്താൻ അനുവാദമുള്ളൂ. ആർക്ക് വേണ്ടിയാ ശബരിമല ക്ഷേത്രം? അല്ല, അത് മാറ്റിയത് എന്തുകൊണ്ടാ? അത് മാറ്റിയത് എന്തുകൊണ്ടാ? മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാ? ശക്തമായ പ്രതിഷേധം വന്നു. ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധിച്ചു. പ്രതിഷേധിച്ചു. അത് വലിയ തോതിലുള്ള ചർച്ചയായി. അപ്പോഴും മാറ്റി. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ സമീപനം എന്താണെന്ന്? ദേവസ്വം ബോർഡ് ഇത് നിക്ഷേപകന്മാരെ, അയ്യപ്പ വിശ്വാസികളെ അല്ല, പണമുള്ള ആളുകൾക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ടായിരുന്നില്ലേ? ഗോൾഡൻ വജ്ര കാർഡ്, ഡയമണ്ട് കാർഡ്, ഗോൾഡൻ കാർഡ്, സിൽവർ കാർഡ് വരുന്നവർക്ക് പ്രത്യേക സൗകര്യം. ശബരിമല അയ്യപ്പന്മാരെ വിഭജിക്കുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കിയില്ലേ? ഇതെല്ലാം നടത്തിയിട്ട് ഇവിടെ ഒന്ന് വാചകടി എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ അഴിമതിയില്ലാത്ത പാർട്ടിയാണെന്ന്. ഏത് കപ്പലണ്ടി വിറ്റവൻ കോടികൾ ഉണ്ടാക്കിയെന്ന് ഒരു ഡിവൈഫൈ നേതാവ് ഇപ്പൊ പറഞ്ഞോളൂ. കപ്പലണ്ടി വിറ്റ് നടന്നവൻ, ഈ തേക്കിൻകാട് മൈതാനത്ത് കപ്പലണ്ടി വിറ്റ് നടന്ന സഖാവ് ഇപ്പൊ കോടികൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് നാവ് എടുത്ത് ഇലക്ട്രൽ ബോണ്ടിന്റെ കണക്ക് നോക്കിയാൽ കപ്പലണ്ടിക്ക് എന്താ ഒന്നുമില്ല. അതൊക്കെ വേറെ എന്റെ സമയം കഴിയണം. എന്തായാലും ഇല്ല പിന്നല്ലേ ഒന്നാമത്തെ അഴിമതി അല്ലേ? സുപ്രീം കോടതി ഉത്തരവ് അയച്ചുതരാം. ഒന്നാമത്തെ അഴിമതി സുപ്രീം കോടതി ഉത്തരവ് അയച്ചുതരാം. നമ്മുടെ വിഷയം അതല്ല. എന്തായാലും നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇവിടെ ഹൈക്കോടതി ചില നിർണായകമായ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താണ് ആ ചോദ്യങ്ങൾ? ശബരിമലയിൽ നിന്നും ദ്വാരപാലക ശില്പത്തിലുള്ള സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടുപോയതിലടക്കം, അതാരും കാണാതിരുന്നതിലടക്കം, അത് രഹസ്യമായി ചെയ്തൊന്ന് സംശയം ഉണ്ടാക്കത്തതിലുള്ളതടക്കം, അവിടെ ഒന്ന് ആദ്യം തൂക്കിയപ്പോഴുള്ള കിലോയേക്കാൾ അതിനുശേഷം പിന്നെ വരുമ്പോൾ 4 കിലോയുടെ കുറവടക്കം, അത് മൊത്തം സ്വർണ്ണമാണോ സംശയമടക്കം, അത് തിരികെ കൊണ്ടുവരുമ്പോൾ അതിൽ കണക്കെഴുതാത്തതൊക്കെ മറച്ചു വെക്കാനാണോ എന്നതടക്കം, ഈ പാളികൾ മാറ്റിയിട്ടുണ്ടോ എന്നതടക്കം ഗുരുതരമായ സംശയങ്ങൾ കോടതി ചോദിക്കുന്നു. അത് അയ്യപ്പ ഭക്തർക്ക് മാത്രമല്ല, കേരളത്തിന് ഉത്തരം വേണം. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.